ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ച എനർജി ഇൻ യു എന്ന ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെബിനാറിനോട് അനുബന്ധിച്ച് ഒരു തുടർ ഡിസ്കഷൻ ചെയ്യുക എന്ന ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് എനർജി ഇൻ ഡിസ്കഷൻ എന്ന പേരിൽ വീണ്ടും ഒന്ന് സംഗമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു സെഷൻ ഡോക്ടർ യൂനുസ് സാർ ആയിരുന്നു അത് ലീഡ് ചെയ്തത്. ഒരു നല്ല ഒരു വർത്തായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. പക്ഷേ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിന്റെ ഒരു അടുത്ത മറ്റൊരു വെബിനാർ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന്റെ ഒരു ഡിസ്കഷനിലോ അതല്ലെങ്കിൽ തുടർ കാര്യങ്ങളിലോ ഇടപെടാൻ പറ്റിയില്ല. മാത്രമല്ല സാർ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ പറയാൻ അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിസ്കഷൻ മോഡലിൽ നമുക്ക് അതിന്റെ ഒരു തുടർ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ വീണ്ടും കൂടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അത് കണ്ടിട്ടുണ്ടാകും. എനർജി ഇൻ യു എന്ന വീഡിയോ കണ്ടവരോ അതല്ലെങ്കിൽ ലൈവിൽ അറ്റൻഡ് ചെയ്തവരോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തുടർ ഡിസ്കഷൻ ഒക്കെ നടത്തി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ യൂനുസ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകം ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഈ ഒരു ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്കഷനിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ സ്വാഗതം, സ്നേഹം, സന്തോഷം അറിയിച്ചുകൊണ്ട് യൂനുസ് സാറിനെ ഈ ഒരു സെഷൻ ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇതില് നമ്മളെ ക്ലാസ്സുകൾ കണ്ടത് എത്ര പേരുണ്ട്? ക്ലാസ് കണ്ടവര് എല്ലാരും ജോയിൻ ചെയ്തവരായിരുന്നോ? ഒന്ന് മറുപടികൾ തരണേ. കണ്ടവരോ ജോയിൻ ചെയ്തവരായിരുന്നു എല്ലാരും? ഓക്കെ, നമ്മൾ ശരിക്കും ഒരു ഡിസ്കഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതില് സംശയങ്ങൾ ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. പിന്നെയും ഇന്നലെയും ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് പേര് വേറെ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു. അപ്പോഴാണ് നമുക്ക് എങ്ങനെയായാലും ഒരു ഡിസ്കഷൻസ് ആക്കി വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം എന്താണോ അവിടെ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്, നിങ്ങളുടെ സംശയങ്ങൾ അതിലേക്ക് കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്തൊക്കെയാണോ ചോദിക്കേണ്ടത്, അറിയേണ്ടത്, അതിനെപ്പറ്റി സംസാരിക്കാൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അപ്പോ നമ്മുടെ ടോപ്പിക്കില് എനർജി ഇൻ യു എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, എന്താണ് നിങ്ങൾ കണ്ടവരാർക്കെങ്കിലും ഒരു സംശയമോ എന്തെങ്കിലും തോട്ട്സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ? ഒന്ന് സംസാരിക്കാൻ ആർക്കും ആവാം. ആരെങ്കിലും ഒരാളൊന്ന് സ്റ്റാർട്ട് ചെയ്യാവോ? നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? മ്യൂട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ഓഫ് ചെയ്യുക, കാരണം ഒരു 3-4 പേരല്ലേ ഉള്ളൂ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് സാർ വിശേഷം? സുഖല്ലേ? ഓ, സുഖമായിട്ട് പോകുന്നു. അമീറാണ്. പറയൂ. ഞാന് സാറിന്റെ മറ്റേ പ്രീ മാരിഷ്യൽ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. മനസ്സിലായി. ഓ, എനർജി ഞാൻ ആ ടോപ്പിക് സാറിന്റെ പ്രസന്റേഷൻ ഞാൻ ആദ്യത്തെ കുറച്ച് സമയം കേട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ആയ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുഭാഗം നമുക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും
ചുറ്റും പുറത്ത് എയർ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ എയർ മാത്രമല്ല, എയറിനകത്ത് ഒരുപാട് എനർജി, ഫുൾ എനർജി ആണെന്നുള്ള ഒരു തോട്ടിലാണ്. അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് വേറെ എനിക്ക് തോന്നിയത്, ഒരു വൈഫൈയുടെ ഒരു ഒരു മെറ്റഫർ ഉപയോഗിച്ചിട്ട് സാറ് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. അപ്പൊ അതെ. എനിക്കത് എനിക്കൊരു ഇത് ആ ഒരു കുറച്ച് സമയത്ത് ഒരു ടോപ്പിക്ക് മാത്രം കേട്ടതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നമുക്കൊരാള് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞോണ്ടോന്നും അറിയില്ല, നമുക്ക് എനർജി അങ്ങോട്ട്, ഇപ്പൊ അവര് നമ്മളെ അടുത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ടാണ്, എന്ത് ഇമോഷണൽ ആവാം, കുറച്ചൊരു ടെമ്പർ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ആ എനർജീനെ നമ്മുടെ എനർജി വെച്ച് നമുക്കത് എങ്ങനെ എന്താ പറയാ, നമുക്കതൊരു ഇക്വിലിബ്രിയം, ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ലെവലിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതെ അതെ അതെ. അതായത് നമുക്ക് ഇപ്പൊ ഒരാള് ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, നമ്മളോട് ഡെയിലി ആളുകൾ സംസാരിക്കുന്നത് പലപ്പോഴും അവരുടേതായ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഡെയിലി കേൾക്കുന്നത്. നമ്മൾ പല പ്രോബ്ലംസ് ആണ് ഡെയിലി കേൾക്കുന്നത്. അത് സൈക്കോളജിക്കൽ ടോപ്പിക്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഡോക്ടറാണ്, അപ്പൊ നമുക്ക് പൊതുവെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് പെയിൻ റിലേറ്റഡ് കേസസ് ആയിരിക്കും. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ കേൾക്കുക. അതായത് നമ്മുടെ വരുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം മീറ്റ് ചെയ്യുന്നതിൽ 90% ആളുകളും ഒന്നുകിൽ ഇമോഷണലി നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നവരോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളതും, അതിന് സൊല്യൂഷൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷനോ അതുപോലെ ആയിരിക്കും. അപ്പോ ആ ഒരു പോയിന്റിൽ നമ്മൾ വേറൊരാളടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക്കൽ ഫോഴ്സസ് എന്ന് പറയുന്നത് വളരെ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ ചില കേസുകൾ പറയാറുണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു കാര്യത്തെ, ഒരു പ്രോബ്ലം നമുക്ക് മുമ്പിൽ ഒരാൾ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഷെയർ ചെയ്യുന്ന കാര്യം നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുമ്പോൾ അത് പ്രോബ്ലം ആകുന്നു, നമുക്കും അത് നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നു എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ വേറൊരാൾ പ്രോബ്ലം നമ്മുടെ അടുത്ത് പറയുന്നു, നമ്മൾ അതിന് സൊല്യൂഷൻ ബേസ് ചെയ്തിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷൻസും വർക്കൗട്ട് ആവാത്ത രീതിയിൽ നമ്മൾ അതിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നും, നമുക്കത് ഇമോഷണലി എടുക്കുകയും, അത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ സങ്കടം ഒരാളടുത്ത് പറയാൻ പോകുന്ന സമയത്ത് ആ സങ്കടം കേട്ട് അയാളും കരഞ്ഞു തുടങ്ങുകയാണെങ്കിൽ പിന്നെ രണ്ടുപേർക്കും യാതൊരു പ്രശ്നമില്ല, യാതൊരു ഉപകാരവും അതൊന്നും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് സാധാരണ രീതിയിൽ. ആ സെയിം സംഭവം തന്നെയാണ്, നമ്മൾ ഒരാളുടെ പ്രോബ്ലം നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ഇമോഷണലി കണക്ട് ചെയ്യാതെയാണ് അത് കേൾക്കുന്നതെങ്കിൽ അത് കുഴപ്പമില്ല എന്നും, ഇമോഷണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമ്മളിലേക്കും വരും എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പറയുന്നുണ്ട്. അപ്പോ ആ ഒരു അതേ കൺസെപ്റ്റ് തന്നെയാണ്, അത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതാണ് ഈ എനർജിയിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ വർക്കൗട്ട് ആവുന്നു. ഒരാളുടെ ഇമോഷൻ നമ്മൾ കണക്റ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ ആ ഇമോഷൻ ആലോചിക്കുകയോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല, എന്നിട്ടും നമ്മളിലേക്ക് അത് എങ്ങനെ റിഫ്ലക്ട് ആവുന്നു എന്ന് പറയുന്നത്, അത് ഡിഫൈൻ ചെയ്യുന്നത് എനർജിയാണ്. അപ്പൊ ആ എനർജി എന്ന് പറയുന്നത് ഓരോ വൈബ്രേഷൻസ് ആണ്, ഓരോ ആളുകളുടെ സ്വഭാവങ്ങളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന്, അവരുടെ ചിന്തകളിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സംഭവത്തെ എന്റെ മാഗ്നറ്റിക് ഫീൽഡ് വലിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം വരുന്നത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോലെ ഇരിക്കും. അങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്. അതായത് ബ്രെയിന് വർക്കൗട്ട് ആവുന്നത് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ആയിട്ടും ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് നമുക്ക് ഇതിൽ കൺസെപ്റ്റ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഇങ്ങോട്ടേക്ക് വലിക്കുന്ന ഒരു കൺസെപ്റ്റ്. ഒന്ന് ഒരു സിഗ്നൽസ് പുറപ്പെടുവിക്കുന്നതും ഒന്ന് സിഗ്നൽസ് ഗ്രാസ്പ് ചെയ്യുന്നതും ഒരു സിസ്റ്റമായിട്ട് നമ്മൾ എടുക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ചുറ്റും ഉണ്ടാകുന്നതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് അതിനെ ആ രീതിയിൽ കണക്കാക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ തോട്ട്, വേറൊരാളുടെ ചിന്തകൾ നമ്മൾ എങ്ങനെ എടുക്കും, നമ്മൾ എങ്ങനെയാണ് അത് ആലോചിക്കുക. നമ്മളിത് ഒരാൾ പ്രോബ്ലം പറയുന്നു, ഈ പ്രോബ്ലം നമ്മൾ ഇത് എങ്ങനെയാണ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഓക്കെ, ഇയാളുടെ പ്രോബ്ലം ഇതാണ്, അത് മനസ്സിലായി, അത് ഡയഗ്നോസ് ചെയ്തു, ഓക്കെ ഇയാൾക്ക് ഇന്ന സൊല്യൂഷൻസ് ആണ് വേണ്ടത്. ഇങ്ങനെ പറയുന്നതോടെ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് വരുന്നില്ല. നമ്മൾ ഇതിനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ എനർജിനെ, ആവശ്യമായ നെഗറ്റീവ് എനർജിനെ നമ്മൾ റിപ്പൽ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് ആ കൃത്യമായിട്ട് കിട്ടി നമ്മുടെ പോസിറ്റീവ് എനർജി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം മാത്രമേ നമ്മളിവിടെ വർക്കൗട്ട് ആക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ, എങ്ങനെ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്, നല്ല ബുദ്ധിമുട്ട് തന്നെയല്ലേ, അവരെന്താ ചെയ്തത്, ഇവരെന്താ ചെയ്തത്, ആ പൈസ കിട്ടിയില്ലല്ലേ, നമ്മൾ അങ്ങോട്ടേക്ക് അവരെ ഇമോഷൻസിലേക്ക് ഇൻവോൾവ് ആവുന്നതിലൂടെ ആ തോട്ടാണ്, അവരെന്തൊക്കെയാണോ ചിന്തിക്കുന്നത് ആ ചിന്തകളിലൂടെയാണ് പിന്നെ നമ്മൾ കടന്നു പോകുന്നത്.
ഈ കടന്നു പോകുന്ന ചിന്തകള് പിന്നീട് പിന്നെന്ത് ചെയ്യും, ഇത് നമ്മുടെ ഹാർട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ വലിച്ചെടുക്കുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് നമ്മുടേതായ പ്രോബ്ലം ആയിട്ട് ക്രിയേറ്റ് ആവുകയും പിന്നെ നാളെ നമുക്കത് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയുന്ന നമ്മൾ അഫർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് മെന്റാലിറ്റി കാണുന്ന സമയത്ത് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുമ്പോൾ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോൾ ഇതെല്ലാം നമ്മളോട്ട് വരും എന്നൊക്കെ പറയുമ്പോഴും ഈ പോയിന്റിലൂടെ തന്നെ നെഗറ്റീവ് പോകുമ്പോഴും നെഗറ്റീവും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലോട്ട് വരും. അപ്പൊ അത് എങ്ങനെ വർക്ക്ഔട്ട് ആവുന്ന വെച്ചാൽ, ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയും. ഫിസിക്സിൽ പൊതുവേ നമ്മൾ രണ്ട് വേവ്സ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രീക്വൻസി ഉള്ള ഹൈ ഫ്രീക്വൻസി ഉള്ള വലിയൊരു വേവ് ആയി മാറും എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ടോക്ക്, എന്റെ ടോക്കും വേറൊരാൾ ടോക്ക്, രണ്ട് കൺസെപ്റ്റുകളാണ് പറയാം അവിടെ. ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറയാണ്, ഇന്നലെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആണ്, ഇപ്പൊ കുറെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ അനുഭവം ഞാൻ ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മളൊരു പോസിറ്റീവ് എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ആ നെഗറ്റീവ് ഞാൻ ഫീൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രോബ്ലം തന്നെയാണ്, പക്ഷെ ഭയങ്കരമായ ഫീലിങ്സിലൂടെ ഞാൻ അത് പറയുന്നത്. അപ്പൊ എനിക്കത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഈവൻ ഞാൻ പറയുമ്പോഴും കഴിഞ്ഞൊരു സംഭവമാണ്, പാസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ വീണ്ടും അത് പറയുന്നതിലൂടെ ഞാൻ വീണ്ടും അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫീൽ ചെയ്ത് ഭയങ്കര ഇമോഷണലി പറയുന്ന സംഭവത്തെ എന്റെ ഒപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് ഗ്രാസ്പ് ചെയ്യുന്നു. അയാളുടെ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഇയാൾ തോട്ട് ചെയ്യുന്നു. അത് എന്റെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത്, എന്റെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് എന്റെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ ഞാൻ കോൺവെർസേഷൻ നടത്തുന്ന എന്റെ ഒപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും അതുപോലെ ചിന്തിക്കാൻ തുടങ്ങുക. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അയാളും ചോദിക്കും, അതെന്താ പറ്റിയത്, ഇങ്ങനെ എന്താ സംഭവിച്ചത്. ചിലപ്പോൾ അന്നത്തെ കോൺവെർസേഷൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തീർന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊരുക്ക് കാണുന്ന ആളുകളാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഈ കോൺവെർസേഷൻ വരും. കാരണം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും നമ്മൾ പോലെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ആ ആളെന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും, അതെന്തായി, ആ പ്രോബ്ലം എന്തായി, ആ പ്രശ്നം എന്തായി, അത് ക്ലിയർ ആയോ, ശരിയായോ, ഇനി ഇങ്ങനെ ചെയ്താൽ മതി, നമുക്കെന്നാ വേറെ ആളെ കാണാൻ പോവാം. ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു സംഭവം ഇയാള് ചിന്തിക്കുന്ന പോലെ തന്നെ, പ്രോബ്ലം ഉള്ള ഒരാള് ചിന്തിക്കുന്ന പോലെ തന്നെ ഈ പ്രോബ്ലം ഇല്ലാത്ത ഒരാളും ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നതിലൂടെ ഈ കോൺവെർസേഷനിൽ എന്റെ എനർജി ഞാൻ പറഞ്ഞ് എന്റെ എനർജി ഡ്രെയിൻ ആവുകയും ചെയ്തു. ഇയാളുടെ നെഗറ്റീവ്സ് ഞാൻ എടുക്കുകയും ചെയ്യും. തിരിച്ചും സെയിം സംഭവം തന്നെ എന്റെ പ്രോബ്ലംസ് ഇയാളിലേക്ക് വന്ന് ഇയാളിത് ഈ പറയുന്ന ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചുകൊണ്ട് പിന്നെ ആൾക്കും എന്ത് ചെയ്യും, ഇതേപോലെ മൈൻഡ് വർക്ക്ഔട്ട് ആവും, ആ പ്രോബ്ലംസ് റിഫ്ലക്ട് ആയി തുടങ്ങും. ഇതാണ് അഫർമേഷനിൽ നമ്മൾ പോസിറ്റീവിൽ പറയാ, പക്ഷെ ഈ സെയിം സംഭവം നെഗറ്റീവിലും സംഭവിക്കും. നമ്മൾ കോൺവെർസേഷനിൽ, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സൊസൈറ്റികളിൽ, ഇപ്പൊ സൊസൈറ്റി ബേസ് ചെയ്തിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഹൗ ദേ തിങ്ക്, വാട്ട് ദേ തിങ്ക്, അവരെന്ത് വിചാരിക്കും, ഈ പറയുന്നൊക്കെ എൻവയോൺമെന്റൽ വിക്ടിംസ് എന്നാ പറയാ. അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് തോന്നിയത് ചെയ്യാന്നല്ല അതിന്റെ ഉദ്ദേശം. അവിടെ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു ഹ്യൂമൻ നാച്ചറിൽ നമുക്ക് സംഭവിക്കാവുന്ന തെറ്റുകളൊക്കെ ഉണ്ട്. ആ തെറ്റുകളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. നമുക്കത് ആ മിസ്റ്റേക്ക് നമുക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ, നമുക്ക് നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു തെറ്റിനെ വേറൊരാൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ക്ഷമ നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല. നമുക്ക് ആർജിച്ചെടുക്കേണ്ട സിസ്റ്റം അതാണ്. നമ്മൾ നേരെ മറിച്ച് വേറൊരാൾ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകുന്നു. ഈ ഡൗൺ ആവുന്നത് എന്തുകൊണ്ടാ? ഇയാൾ ഒരു എൻവയോൺമെന്റൽ വിക്ടിം എന്ന് പറയാം. അപ്പൊ എൻവയോൺമെന്റൽ എനർജിയില്, ഈ പറയുന്ന എൻവയോൺമെന്റൽ എനർജിയിലാണ് ഈ പറയുന്ന ആള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എനർജിയിൽ ചേഞ്ചസ് വരുന്നതിലൂടെ മാത്രമേ ഇയാളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുള്ളൂ. എൻവയോൺമെന്റൽ ചേഞ്ചസിൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം ഒരുപാട് കൂട്ടം ഓഫ് ആളുകളുടെ, ഒരുപാട് ഓർഗാനിസംസിന്റെ ഒക്കെ എനർജി, ഇങ്ങനെ സ്പേസിൽ നിൽക്കുന്ന എനർജിയാണ് നമ്മൾ ഗ്രാസ്പ് ചെയ്ത് നമ്മളെ മാഗ്നിറ്റ്യൂഡിലൂടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പോസിറ്റീവ് വരണം എന്നുണ്ടെങ്കിൽ നല്ല സമയം എടുക്കും. കാരണം എല്ലാവരും നെഗറ്റീവും അടിഞ്ഞു കൂടുന്ന സ്ഥലത്തോട്ടായിരിക്കും നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ എനർജിയും നമ്മൾ പറയാം. അപ്പൊ ആ എനർജിയിൽ നിന്ന് നമ്മളൊരു സാധനം എടുത്ത് നമ്മളത് മനസ്സിലാക്കി നമ്മൾ നന്നായി വരാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഈ എൻവയോൺമെന്റൽ വിക്ടിം, അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന ആളുകളൊന്നും നന്നായി വരാത്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലി ദുരഭിമാനം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഈ പ്രണയത്തിന്റെ കേസുകളിലൊക്കെ ഈ മേഡേഴ്സ് ഒക്കെ, മർദ്ദനങ്ങളും അതുപോലെ തന്നെ അടിപിടി കേസുകളും ക്രിമിനൽ കേസുകളൊക്കെ വരുന്നതിന്റെ ഭാഗം മെയിൻ ആയിട്ട് മോസ്റ്റ്ലി അത് വരുന്നത് ദുരഭിമാനം എന്ന് പറയുന്ന സംഭവം. ഈ ദുരഭിമാനം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ വിക്ടിമാണ്. ആളുകൾ എന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് പറയും,
എന്ന് പറയും. അല്ലാതെ എന്റെ സ്വസ്ഥത ഞാനാണ് എന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ എന്നെ നോക്കിയാൽ മതി. ഓക്കെ, ഇത് ശരിയല്ല, ഇത് ശരിയല്ലെങ്കിൽ ഞാൻ എന്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ലേ, അവർക്ക് ആ കോൺഷ്യസ്നെസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്റെ തെറ്റല്ല, അത് അവരുടെ തെറ്റാണ്. അവരാണ് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത്, ഞാനല്ല അനുഭവിക്കാനുള്ളത് എന്ന് ഞാൻ എന്ന് മനസ്സിലാക്കുന്നു, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ എനർജി, എന്റെ ചേഞ്ച്, എന്റെ പേഴ്സണാലിറ്റി ഞാൻ ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ ആ പേഴ്സണാലിറ്റി ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഓവർ മോസ്റ്റിലുള്ള ഒരു 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 50% എങ്കിലും എനർജിയിൽ നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്താൻ പറ്റണം. ആ എനർജി ചേഞ്ച് ആവുന്നതൊക്കെ നമ്മുടെ സെൽഫ് ടോക്കിലൂടെ തന്നെയാണ്. നമ്മൾ സെൽഫായിട്ട് പറയാ, നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ റിയാലിറ്റി എന്ന് തന്നെ പറയാം. പേഴ്സണാലിറ്റി ഈസ് പേഴ്സണൽ റിയാലിറ്റി. നമ്മുടെ റിയാലിറ്റിയിലുള്ള ആൾ എന്താണ്, നാളെ എനിക്ക് എന്തൊക്കെ വേണം, ഇന്നലെ ഞാൻ എന്തൊക്കെയായിരുന്നു, ഇന്നലെ ഞാൻ എന്തൊക്കെയായിരുന്നു അതന്നെയാണോ ഇന്നുള്ളത്. സോ എനിക്ക് ചേഞ്ച് ആവശ്യമുണ്ട്. ഇന്നലത്തെ ഞാൻ തന്നെയാണ് ഇന്നുമെങ്കിൽ ഇന്ന് എനിക്ക് ചേഞ്ച് ആവശ്യമുണ്ട്. ഈ ഞാൻ തന്നെയാണ് നാളെയും വരേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓക്കെ, ചേഞ്ച് വേണ്ട. ഈ ഞാനല്ല എനിക്ക് നാളെ, ഒരു 10 വർഷം കഴിഞ്ഞ എന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അവിടെ ഞാൻ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു പൊടിക്കൊരു ചേഞ്ച് വരണം. ഈ ചേഞ്ചും നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ എനർജി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഈ മോട്ടിവേഷൻസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള കഥകളാണ്. ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ യുവർ സെൽഫ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എ ഡേ. ഒരു ദിവസത്തെ ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾ തുടങ്ങുക, പുതിയ ഹാബിറ്റ്സ് രൂപപ്പെടുത്തുക. ഇതൊക്കെ നമ്മളെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഭാഗങ്ങളാണെങ്കിൽ പോലും ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇതെങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്. ഓക്കെ, വാട്ടവർ, നമ്മുടെ ഞാൻ ഇന്ന് തീരുമാനിച്ചു, ഞാൻ ഇന്ന് 4 ഗ്ലാസ് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു, ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് 5 മണി എണീറ്റിട്ട് 6 മണിയാകുമ്പോഴേക്ക് നടക്കാൻ ഞാൻ തീരുമാനം. ഓക്കെ, ഈ തീരുമാനിച്ച സാധനം ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റാത്തതിന്റെ റീസൺ എന്താണ്? ഓക്കെ, എനിക്ക് 4 ദിവസം ചെയ്തു, 5-ാമത്തെ ദിവസം എനിക്ക് ചെറിയൊരു മടി തുടങ്ങിയപ്പോൾ ഞാൻ പറയാണ് കുഴപ്പമില്ല, ഇന്ന് വേണ്ട, നമുക്ക് നാളെ തുടങ്ങാം. അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് എവിടുന്നാ വന്നത്? ഇങ്ങനെ പറയുന്ന ഓരോന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല. എന്തുകൊണ്ട് ഇന്ന് മടി വന്നു, എന്തുകൊണ്ട് നാളെ എനിക്ക് കുഴപ്പമുണ്ടാവുന്നു, എന്തുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ടു ഡു ലിസ്റ്റ് ഇന്ന് എനിക്ക് നല്ല സമയം ഉണ്ടായിരുന്നു, ഇന്ന് എനിക്കൊരു 10 മണിക്കൂർ ഞാൻ ഹോളിഡേ ആണ്, ഇന്ന് ഫ്രീ ആണ്, ഇന്ന് എന്റേതായുള്ള ഒരു ടു ഡു ലിസ്റ്റ് എനിക്ക് ഫോം ചെയ്യാൻ പറ്റാത്തതും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്തായിരുന്നു? അപ്പോ എല്ലാ ദിവസവും ചെയ്യുന്ന ഞാൻ ഇന്ന് എനിക്ക് പറ്റിയില്ല, അപ്പൊ എന്താണ് കുഴപ്പം? ഇതൊക്കെ വർക്കൗട്ട് ആവുന്ന എനർജി എന്നാണ്. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ എനർജി എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും എനർജീനെ പോലെ തന്നെയാണത്. പക്ഷെ ആ എനർജി കൺസ്യൂം ചെയ്ത രീതികളും നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, നമ്മൾ ആർക്കൊക്കെയാണ് നമ്മുടെ എനർജി കൊടുക്കുന്നത്. നമ്മുടെ എനർജി നമ്മൾ ആവശ്യമില്ലാതെ കുറെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഫാമിലി കൗൺസിലിങ്ങിലും അതുപോലെ തന്നെ ഇച്ചിരി ജീരിയാട്രിക് കെയറിലൊക്കെ വരുന്ന കേസുകളിൽ പലപ്പോഴും പറയുന്നതാണ്, അച്ഛനമ്മമാര്, നല്ല പ്രായമുള്ള അച്ഛനമ്മമാരായിരിക്കും, അന്ന് അവർ സ്വന്തം മക്കളെ നോക്കി, ഇന്ന് അവര് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് അവര് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു പേഷ്യന്റ് വന്നിരുന്നു, അവർക്ക് കാലിന് ഓൾറെഡി വയ്യ, കാലിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈ ബുദ്ധിമുട്ടും വെച്ചിട്ട് ഇന്ന് 3 ദിവസം എങ്ങാനും ഒരു മകനും മരുമകളും പുറത്തോടെ പോയേക്കുവാണ്. 3 മക്കളുണ്ട്, 3 മക്കൾ ഈ 3 ദിവസമായിട്ട് ഇവരെന്നെ നോക്കുന്നത്. ഇത് ഒരു മാസത്തിൽ ഒരു 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇവർക്ക് ഓൾറെഡി നടക്കാൻ വയ്യ, കാലിന് നല്ല നീർക്കെട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. അവർ ഇത്രയും വർഷം ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഡെവലപ്പായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവരെ പണിയും ഈ ഇത്രയും വർഷം അവരെന്താണോ ചെയ്തത് അതന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ സെയിം പ്രോബ്ലംസ് ആണ്, ഒരേ പാറ്റേണിലുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ വരെ എനർജി ബ്ലോക്ക് ഉണ്ട്, നമുക്ക് എവിടെയൊക്കെ നമ്മൾ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ എവിടെയൊക്കെ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ എനർജി എന്ന് പറയുന്ന, നമ്മൾ എനർജിനെ കുറിച്ചായിരുന്നു ആ ക്ലാസ്സിൽ കംപ്ലീറ്റ് പറഞ്ഞതെങ്കിൽ ഈ എനർജിന്റെ അപ്ലിക്കേഷൻ ലെവലാണ് ഇപ്പൊ സംസാരിക്കുന്നതൊക്കെ. കാരണം ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്ക് ആ ക്ലാസ്സിന് പൂർണ്ണത വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ പകുതികൾ കേൾക്കുന്ന ഒരാൾക്ക് ശരിക്കും ഇതൊരു ഫിസിക്സ് ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് മാത്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ കൂടെ എന്തൊക്കെയോ പോകുന്ന പോലൊക്കെ ഒരു ഫീലേ വരുള്ളൂ. കാരണം കംപ്ലീറ്റ് ആവുന്നില്ല, എ ടു സെഡ് ആവുന്നില്ല, എ ടു ബിയോ സിയോ ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഡൗൺ ആയി പോയി. അപ്പോ ഈ അപ്ലിക്കേഷൻ ലെവലിലോട്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മൾ ജീരിയാട്രിക് കേസിൽ ഇപ്പൊ നമ്മള് പ്രായമുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഇവര് ഇന്ന് അവരൊരു 10-40 വയസ്സ് വരെ അവർ കംപ്ലീറ്റ്ലി ഒരു 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ്.
പിന്നെ അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നതോടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. ചിലപ്പോൾ പണ്ടത്തെ ഒരു നല്ലൊരു ശതമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പഴയ കാലത്തെ ജീരാട്രിക് കേസിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ അടുത്ത് പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി ഒരു മാരീഡ് ലൈഫ് ആയിരുന്നില്ല കൂടുതൽ ആളുകൾ ഞാൻ സംസാരിച്ചതിലൊക്കെ. കൂടുതൽ ആളുകൾ ഹെൽത്തി മാരീഡ് ലൈഫ് അല്ല. അവരെന്തൊക്കെയോ അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകാനൊന്നും അവർക്ക് അന്ന് കഴിവുണ്ടായിരുന്നില്ല, മനസ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കളിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ അവര് നമ്മൾ എല്ലാ ആളുകളും എത്തുന്ന പോലെ അവരും എത്തിപ്പെടുക എന്നുള്ളൊരു അവസ്ഥയിൽ അവർ എത്തി എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞത്. എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് പൊതുവെ പറയുന്ന ഒരു കാര്യമാണത്. അങ്ങനെ എത്തുന്ന ആളുകള് പിന്നീട് ഇവര് വളർത്തി വലുതാക്കി അവരെ മക്കളെ നോക്കി പിന്നെ അങ്ങനെ ജീവിക്കുകയാണ് ഇവര്. സ്വന്തം മക്കളെ നോക്കുന്നു, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു, അവരെ മക്കളെ നോക്കുന്നു. അതായത് ഇവർക്ക് റെസ്റ്റ് ഇല്ല, ലൈഫിൽ റെസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ ഇവരടുത്ത് പറയുന്ന സംഭവം സ്വന്തം കാര്യങ്ങളിലേക്ക് ഒരു സമയം കൊടുക്കണം. അപ്പൊ അവർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം 60 വയസ്സായി. 60 വയസ്സായ ഒരു അമ്മയുടെ അടുത്ത് പറയാണ് ഞാൻ, ഇനി നിങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ലൈഫിന്റെ ഒരു 70% അവർ ജീവിച്ച് തീർത്തത് ഇങ്ങനെയാണ്. അവരുടെ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ് അവരുടെ മൈൻഡിൽ. ഇതൊക്കെ എവിടുന്നാ കയറി വന്നത്? ഇങ്ങനെ എനർജി കയറി വന്നത് എങ്ങനെയാ? അപ്പൊ നമുക്ക് ഇതിനൊക്കെ ഒരു എനർജി ഉണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എനർജി എത്രയായിരിക്കണം? നമ്മൾ മക്കളിലേക്ക് കൊടുക്കേണ്ട എനർജി എത്രയാണ്? വൈഫിന് കൊടുക്കേണ്ട എനർജി, വൈഫ് ഹസ്ബൻഡിന് കൊടുക്കേണ്ട എനർജി, മക്കൾ പാരന്റ്സിന് കൊടുക്കേണ്ട എനർജി, ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളിലേക്കും നമ്മുടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പല ഫോം ആയിരിക്കും. ആ ഫോമിന് നമുക്ക് പല അർത്ഥങ്ങളും കൊടുക്കാം. സ്നേഹം എന്നുള്ള രീതിയിൽ കൊടുക്കാം. ചിലപ്പോൾ നമ്മളൊരു അനുകമ്പ, കരുണ എന്നുള്ള രീതിയിലാകാം. അങ്ങനെ പല രീതിയിലേക്ക് നമ്മൾ ഇതിന് പല ഇമോഷൻസിന്റെ വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും എല്ലാം ഒരു സിംഗുലർലി നമ്മൾ പറയാണ്ട് സിംഗിൾ വേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജി എന്നുള്ള ഒരു ഒറ്റ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ എനർജി നമ്മൾ പല ആളുകളിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഭയങ്കര പല വെട്ടികളിലേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ജോലി സ്ഥലത്ത് ഒരുപാട് എനർജി കൊടുക്കുന്നുണ്ടാവും, ബിസിനസ്സിൽ എനർജി കൊടുക്കുന്നുണ്ടാവും, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കുന്നുണ്ടാവും. അപ്പോ അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യം ആലോചിച്ചാൽ മതി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളടുത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, A to Z നിങ്ങൾ ചെയ്യരുത്. ഒരു ഓഫീസാണ്. അപ്പൊ ഓഫീസിൽ ഒരു കുഴപ്പമാണ്, ഒരു പേന ഇല്ല അവിടെ. അപ്പൊ പെന്ന് മേടിക്കാൻ വേണ്ടി നിങ്ങൾ പോവുകയാണ്. അപ്പൊ അവിടെ കസ്റ്റമർ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഇങ്ങനെ ഓരോ വിഷയത്തിനും ഓടാൻ ഒരാളാണെങ്കിൽ ആ ബിസിനസ് റൺ ആവില്ല നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതിന്റെ MD ഒരാൾ തന്നെ ആയിരിക്കും, അതിന്റെ ക്ലീനർ ഒരാളെ തന്നെ ആയിരിക്കും, അതിന്റെ എന്താ പറയുക റിസപ്ഷനും ഒരാൾ തന്നെ ആയിരിക്കും, അതിന്റെ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഒരാൾ തന്നെ ആയിരിക്കും, ഇതിന്റെ കണക്ക് നോക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് ആ ബിസിനസ് റൺ ആവില്ല എന്നുള്ളത് നമ്മൾ പൊതുവെ ഒരു കോമൺ സെൻസിൽ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. ഇതന്നെ നമ്മൾ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത്രയും എനർജി ബിക്കോസ് അയാളുടെ അത്രയും എനർജി അയാൾ ലൂസ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത പാർട്ടിലായിരിക്കും. ഈ ആവശ്യമില്ലാത്ത പാർട്ടിൽ അയാൾ അത്രയും എനർജി യൂസ് ചെയ്യുന്ന എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ആയി തുടങ്ങും. ഡ്രെയിൻ ആയി തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്കും ആവശ്യമില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ആഗ്രഹമാണ് ഒരു ബിരിയാണി കഴിക്കണം. ബിരിയാണി കഴിക്കാൻ നമ്മൾ കയ്യിൽ ക്യാഷ് നോക്കുമ്പോൾ നമുക്ക് 200 രൂപ നമ്മളെ കയ്യിലുണ്ട്. ഈ 200 രൂപ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ആഗ്രഹിച്ച ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ പോകുന്നിടത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബസ്സിൽ കയറാൻ തോന്നി. ബസ്സിൽ കയറാൻ തോന്നിയപ്പോ ചൂടെടുക്കുന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് നല്ലൊരു ടാക്സി വിളിച്ചിട്ട് പോവുകയാണ്. ഈ ടാക്സി വിളിച്ച് അവിടെ പോയി എത്തിയപ്പോഴേക്കും 200 രൂപ തീർന്ന്. ഈ 200 രൂപ തീർന്നപ്പോ പിന്നെ ഇനി ബിരിയാണി നമ്മൾ എന്ത് ചെയ്യും? അത് മാത്രം പോരാ, ബിരിയാണി കഴിച്ചാൽ മാത്രം പോരാ, തിരിച്ചു പോരുകയും വേണം. അതിനും കാശില്ല. 200 രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. മര്യാദയ്ക്ക് ബസ്സിന് പോയി 10 രൂപ ചെലവാക്കിയാൽ ബാക്കിയുള്ള ബിരിയാണി കഴിച്ച് തിരിച്ചു പോരാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടുന്നു? അവിടുന്ന് ആ ആൾക്ക് ആഗ്രഹം തോന്നിയത് എങ്ങനെയാണ്? അതായത് നമ്മള് അന്ന് മര്യാദയ്ക്ക് നമ്മള് ചിലപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക്, ഒരു സെക്കൻഡ് മൈൻഡിലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പുറത്ത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും ബസ്സിന് പോയാൽ പോരായിരുന്നോ? എന്തിനാ വെറുതെ കാറിൽ പോയത്? ഞാൻ ചോദിക്കുന്നത് അയാൾ കാറിൽ പോയതിന്റെയും ബസ്സിന് പോവാത്തതിന്റെയും ഉള്ള പ്രശ്നമല്ല. എന്തുകൊണ്ട് ബസ്സിൽ കയറാൻ തോന്നിയ സമയത്ത് ആൾക്ക് കാറിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ക്രിയേറ്റ് ആയി. ആ ക്രിയേറ്റ് ചെയ്തത് ഒരു എനർജിയാണ്. ആ എനർജി അയാൾ ഡീൽ ചെയ്യുന്നത് വേറെ ആരോ ആളുകളോട് സംസാരത്തിന്റെ ഭാഗമായിട്ടും വേറെ എവിടുന്നോ അയാളുടെ ലക്ഷറിയസ് ലൈഫിനെ പറ്റിയിട്ടുള്ള ചിന്തകളിൽ നിന്നുള്ള ഒരു എനർജിയാണ് അവിടെ വർക്കൗട്ട് ആയത്. അങ്ങനെ പല മണ്ടത്തരങ്ങൾ നമ്മൾ ലൈഫിൽ നടക്കുന്നത് ഈ പറയുന്ന എനർജിയാണ്. വേറെ ആരുടെയൊക്കെയോ ഈ എൻവയോൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് എനർജി ട്രാൻസ്ഫർ ആവുന്നുണ്ട്.
ഈ എനർജി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പോലും തിരിച്ചറിയാനുള്ള ബോധം നമുക്കില്ല. കാരണം അത്രയും കോൺഷ്യസ് ആയിട്ടല്ല നമ്മളൊന്നും ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ആവുന്ന ഒരു പോയിന്റ് നമ്മൾ ചിലപ്പോൾ അതിന് ചില കാര്യങ്ങൾ എടുത്തുചാട്ടെന്ന് പറയും, മണ്ടത്തരം എന്ന് പറയും, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് ആശ്വസിക്കെങ്കിലും ഇതൊക്കെ ഒരു എനർജി ബേസ്ഡ് ആണ്. കാരണം പാറ്റേൺ നോക്കിയാൽ മതി, നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസിന്റെ എല്ലാം പാറ്റേൺ സെയിം ആയിരിക്കും. ഇപ്പോ എന്താണ്, എന്നും ദേഷ്യപ്പെടുന്ന ഒരാള് ലാസ്റ്റ് ആള് അവര് കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ചത് ഡിവോഴ്സ് എത്തുന്നു, ഡിവോഴ്സ് എത്തി വേറെന്തോ സംഭവം നടക്കുന്നു. ഇതിങ്ങനെ നമ്മളൊരു പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പണി റൂട്ട് മുതൽ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇയാളുടെ ലൈഫിൽ എല്ലാ പ്രോബ്ലംസും ഞാൻ ഇങ്ങനെ നോക്കുന്നു, ഒരേ പാറ്റേൺ ആയിരിക്കും. ഞാൻ സംസാരിച്ച എല്ലാ ആളുകളുടെ ഒരു സിസ്റ്റം ഡിഫറെന്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ല, എല്ലാം ഒരേ പാറ്റേണിലെ പ്രോബ്ലംസ് ആയിരിക്കും. ആരെങ്കിലും ട്രസ്റ്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നം, അപ്പൊ വിശ്വസിച്ചത്. അപ്പൊ വിശ്വസിച്ചെന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ ചിലപ്പോൾ ആ വിശ്വാസത്തിനായിരിക്കും ചിലപ്പോൾ പാരന്റ്സിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടാവും, സുഹൃത്തുക്കളിൽ നിന്ന് നെഗറ്റീവ് വന്നിട്ടുണ്ടാവും, കല്യാണം കഴിച്ചപ്പോൾ അയാൾ ചിലപ്പോൾ വിശ്വസിച്ച് അതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൈസ ആരെയും കൊടുത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. എല്ലാ സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും, ഒരേ പാറ്റേൺ ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും. അങ്ങനെ ഇയാൾ എന്തുകൊണ്ട് വിശ്വസിച്ചു, എന്തിന് വിശ്വസിച്ചു എന്നുള്ള ചോദ്യം അവിടെ വരികയാണ്. ഈ വിശ്വാസം എന്ന് പറയുന്ന കോൺഷ്യസ്നെസ് ആണ്, കോൺഷ്യസ് ആയിട്ടല്ല. വിശ്വാസം കോൺഷ്യസ്നെസ് ആണ്, അല്ലാത്തതെല്ലാം വിശ്വാസമല്ല, ഇമോഷൻ മാത്രമാണ്. ട്രസ്റ്റ് ഇമോഷൻ ആവുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ട്രസ്റ്റ് കോൺഷ്യസ്നെസ് ആവുന്ന സമയത്ത് ഇതൊന്നും സംഭവിക്കില്ല. നമുക്കൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടോ, മേടിക്കാനുണ്ടോ, നമുക്ക് എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താ വിചാരിക്കുക? ഇമോഷനാണ്. അവിടെ ഇമോഷനാണ് വർക്കൗട്ട് ആയത്, കോൺഷ്യസ്നെസ് വർക്ക് ആവില്ല. ഈ കോൺഷ്യസ്നെസ്സിന്റെ എനർജിയും ഇതിന്റെ വൈബ്രേഷനും ഇതിന്റെ ഫ്രീക്വൻസിയും ഡിഫറെന്റ് ആണ്. ഇമോഷൻസിന്റെ ഏത് തരത്തിൽ ഇമോഷൻ ആണോ അതിനനുസരിച്ച് ഇതിന്റെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. സന്തോഷത്തിന്റെ ആണോ വ്യത്യാസമുണ്ട്, ദേഷ്യമാണോ വ്യത്യാസമുണ്ട്, ഓരോന്നിന്റെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നതും ആ ആളുടെ അടുത്ത് നമ്മൾ മേടിക്കുന്നതും, അപ്പൊ നമ്മൾ ഒരാളിൽ നിന്ന് പൈസ നമുക്ക് തരാനുണ്ട്, ഒരു 2 വർഷമായിട്ട് ഇയാൾ പിന്നാലെ നടക്കുന്ന ഒരാളാണോ, ഇയാളിൽ നിന്ന് ഒരുപാട് എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം ഇമോഷണലി കണക്റ്റഡ് ആണ് നമ്മൾ എന്താ പറയാ, എന്നിട്ട് എല്ലായിടത്തും കഥകൾ പറയും. എന്റെ ഒരു സുഹൃത്താണെന്ന് വെച്ചോ, എന്റെ ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു. ഈ സുഹൃത്ത് എന്റെ അടുത്ത് ഒരു പൈസ മേടിച്ചു, ഒരു 50,000 രൂപ മേടിച്ചു. തിരിച്ച് ഞാൻ ചോദിച്ചപ്പോൾ തരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. ഞാൻ എന്താ, ആദ്യമൊക്കെ ചിലപ്പോൾ കുറച്ചു കാലം ഞാൻ ചിലപ്പോൾ മിണ്ടാതിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മെല്ലെ 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 ഇത് എന്നെ ബാധിച്ചു തുടങ്ങാൻ തുടങ്ങി. കാരണം ആ പൈസ കിട്ടാത്തതല്ല എന്റെ പ്രശ്നം, അയാൾ എന്നോട് അത് ചെയ്തു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ആ പൈസ കിട്ടിയോ ഇല്ല എന്നുള്ള ചിന്ത വേറെയാണ്. ഫസ്റ്റ് ചിന്ത വരുന്നത് എനിക്ക് അത്രയും ദേഷ്യമോ കാര്യങ്ങളോ വരുന്നത് ഈ പറയുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ആ ആളാണ് എന്റെ അടുത്ത് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന ഇമോഷനാണ് വർക്കൗട്ട് ആവുന്നത്. ഈ ഇമോഷൻ വർക്കൗട്ട് ആവുന്നതോടെ തന്നെ ഈ പറയുന്ന പേഴ്സണാലിറ്റിനോട് എന്റെ പേഴ്സണാലിറ്റി ലിങ്ക് ആയി തുടങ്ങി, അറ്റാച്ച്ഡ് ആയി തുടങ്ങി. അങ്ങനെ ആവുന്ന സമയത്ത് ഈ പറയുന്ന ഞാൻ ഇയാളെ പറ്റിയായിരിക്കും റിക്കറന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്നെയും അയാളെയും കണക്ട് ചെയ്ത് ആരെന്റെ മുമ്പിൽ വരികയാണെങ്കിലും വരും, കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഇയാളെ പറ്റി സംസാരിക്കണം, നമ്മളെപ്പോഴും പറയണം നമ്മൾ പ്രോബ്ലം ഷെയർ ചെയ്യണം. നമ്മുടെ പ്രോബ്ലം ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഈ ആൾക്കാർക്ക് കേൾക്കാൻ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വന്ന് പെടും. ഇങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാലോ നമ്മൾ അങ്ങനെ അങ്ങ് ഓപ്പൺ ആവും, കുറെ കാര്യങ്ങൾ പറയും. ഈ കേൾക്കുന്നതോടെ നമ്മൾ ഓൾറെഡി രണ്ടുപേരെയാണ് അറ്റാച്ച്ഡ് ആയിരുന്നത്, മൂന്നാമത് ആളും കൂടെ അതിലേക്ക് അറ്റാച്ച്ഡ് ആവും. നമ്മൾ തന്നെയാണ് ബാക്കിയുള്ള ആളുകളെ ഷെയർ ചെയ്ത് നമ്മൾ കുഴിയിൽ ചാടിക്കുകയാണ്. കാരണം നമ്മുടെ എനർജിയോ നെഗറ്റീവായി കിടക്കുന്നത്, ട്രെയിൻ ആയി കിടക്കുക. നമ്മൾ കേൾക്കാൻ വന്നിട്ട് സന്തോഷത്തോടെ കേൾക്കാൻ വന്ന ഒരാളായിരിക്കും, അയാളെയും കുഴിയിൽ ചാടിക്കും നമ്മൾ. ഇങ്ങനെ ഈ എനർജി ട്രാൻസ്ഫർ ആവുന്നതാണ്. നമ്മുടെ ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഈ ട്രാൻസ്ഫർ ആവുന്ന മെയിൻ ഒരു ഏറ്റവും ഹീറോ ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കും ഈ കാശ് കടം മേടിച്ച ആളായിരിക്കും. ഇയാൾ അതൊന്നും അറിയുന്നില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇയാളെ എനർജി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഭയങ്കരമായ കോൺഷ്യസിൽ ഭയങ്കരമായ ഇമോഷനിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ചെറിയൊരു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണോ, അത് പെട്ടെന്ന് അതിൽ തീർക്കാനുള്ള ക്ഷമയും നമുക്ക് കിട്ടും, അതിന്റെ പ്രശ്നങ്ങളും അത് തീരുകയും ചെയ്യും. നേരെ മറിച്ച് ഇമോഷണലി ഇത് എടുക്കുന്ന ഒരാള് ഇത് സംസാരിച്ചുകൊണ്ടേയിരിക്കും, ആളടുത്ത് പോയി ചോദിക്കാൻ നിൽക്കൂല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്യൂല. ബ്ലെയിം ഓറിയന്റഡ് എന്ന് പറയാം, അത് എപ്പോഴും ആ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മളിലൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഇത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഒരാളോട് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ബേസിലാണ്? നമുക്ക് തോന്നാം ദേഷ്യം ദേഷ്യം എന്നുള്ളത് മനുഷ്യന്റെ സഹജമായ ഒരു കാര്യമല്ലേ, ദേഷ്യം വരാലോ, ദേഷ്യം വരുന്നതിന് എന്താ, ചെറിയ ദേഷ്യമൊക്കെ വരുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാം മനുഷ്യ സഹജമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെ തെറ്റാണ്. നമ്മൾ ചെയ്തു വെച്ചതിന്റെ എല്ലാത്തിന്റെയും
ഒരു റിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അത് വിശ്വസിക്കാത്ത ആളുകളിലേക്ക് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു പോയിന്റിൽ നമ്മൾ എല്ലാവരും അത് റിയലൈസ് ചെയ്ത് തുടങ്ങും. കാരണം ഞാൻ ഇത്രയും കാലം ഞാൻ അക്യൂർഡ് ആയ എന്റെ നോളേജ്, എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാണ് റിട്ടേൺ ചെയ്ത് വെച്ചേക്കുന്നത്, എന്തൊക്കെയാണോ എഴുതി വെച്ചേക്കുന്നത്, ഈവൻ ഞാൻ ഉറങ്ങുന്ന സമയത്ത് വരെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കഥകൾ വരെ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനുണ്ട് എന്നുള്ളത് അതൊക്കെ പ്രൂവ്ഡ് ആണ്. ഞാൻ ഉറങ്ങുന്നതും ഉറക്കം ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ദ വിൻഡോ ബിറ്റ്വീൻ ദ സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡ് എന്നാ പറയുന്നത്, തീറ്റ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ അറിയുന്ന പോലും ഇല്ല, നമ്മുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയെ, നമ്മുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും, നമ്മൾ ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക, ചിലപ്പോൾ നമ്മൾ ഒരു കൂട്ടത്തിലായിരിക്കും കിടക്കുന്നുണ്ടാവുക, അപ്പുറത്ത് ഒരുപാട് സംസാരം നടക്കുന്നുണ്ടാവും. നമ്മൾ മൈൻഡിലോട്ട് ഇത് ഇങ്ങനെ കയറുന്ന ഈ എനർജി ഇങ്ങനെ നമ്മളിത് ഒരു മാഗ്നറ്റിക് ഫീൽഡാ, നമ്മളിത് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ, അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും നിൽക്കുന്ന സറൗണ്ടിങ്ങിൽ ഇത് നമ്മളെ ബാധിക്കുന്നു. നമ്മളിങ്ങനെ വലിയ കാര്യത്തിൽ നമ്മളിതൊക്കെ സംസാരിക്കുന്നതാണ് അല്ലെ. നമ്മളിപ്പോ നമ്മൾ കുട്ടികളെ ചുറ്റുഭാഗം ശരിയാക്കണം, നമ്മുടെ ചുറ്റുഭാഗം ശരിയാക്കണം, ചുറ്റുപാടുകളും ശരിയാവണം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നല്ലതല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്കത് ബാധിക്കും. എങ്ങനെ ബാധിക്കുന്നു? ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ല് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, എങ്ങനെ തുടങ്ങി? നമ്മൾ എല്ലാ പഴത്തിന്റെ ഒരു കൊലയിലും ഒരു ചീഞ്ഞ പഴം ഉണ്ടാവും എന്നാണല്ലോ പറയാറുള്ളത്. അപ്പോ അത് ഇങ്ങനെയൊക്കെ വാക്കുകൾ നമ്മൾ ഇതിനെല്ലാം യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടൊക്കെ ഒരു സാധനം വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളെ മനസ്സിലേക്ക് പല കാര്യങ്ങളും വരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് പലതും പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല, കോൺഷ്യസ്ലി ഇതൊന്നും നടക്കുന്നില്ല. അതെല്ലാം നടക്കുന്നത് സബ് കോൺഷ്യസ്ലി ആൻഡ് അൺകോൺഷ്യസ്ലി. നമ്മൾ സ്റ്റേറ്റ് ഓഫ് സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടും സബ് കോൺഷ്യസ് ആയിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഷ്യസ് ആയിട്ട് എല്ലാതൊന്നും സംഭവിക്കുന്നത്. അപ്പൊ കൂടുതൽ നമ്മൾ കോൺഷ്യസ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിനെ റിപ്പൽ ചെയ്യാനും നമുക്കിത് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. കുറച്ചുകൂടി ട്രെയിൻഡ് ആയ ആളുകൾക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. പക്ഷെ അപ്പോഴും നമ്മുടെ ലൈഫ് ഒരു ക്ലാരിറ്റിയിൽ വരുന്നില്ലെങ്കിൽ ഈ പറയുന്ന 2 സ്റ്റേജിൽ ഇത് നടക്കുന്നുണ്ട് അതിന്റെ അർത്ഥം. കോൺഷ്യസ്ലി നമ്മൾ ഇതിന് ചിലപ്പോൾ മോൾഡ് ചെയ്യാനും കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇരിപ്പിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കാനും, ഒരു പ്രോബ്ലം കേൾക്കുമ്പോഴേക്കും സങ്കടപ്പെടാതിരിക്കാനും, മൈൻഡ് ഭയങ്കര സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോഴും നമ്മൾ സ്കാസിറ്റി ക്ലിയർ ആയിട്ടില്ല, അപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ക്ലിയർ ആയിട്ടില്ല, അപ്പോഴും നമ്മുടെ ഹെൽത്തിൽ ഇഷ്യൂസ് മാറിയിട്ടില്ല, എപ്പോഴും നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിട്ടില്ല, അപ്പോഴും നമുക്ക് ഡിപ്രഷൻ വരുന്നുണ്ട്, അപ്പോഴും ദേഷ്യം വരുന്നുണ്ട്, അപ്പോഴും നമുക്ക് ആങ്സൈറ്റി വരുന്നുണ്ട്. സോ നമ്മൾ പോലും അറിയാതെ ഒരു എനർജി അവിടെ വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്, ആ ആള് നമ്മുടെ അടുത്ത് എന്താണോ സംസാരിക്കുന്നത്, ഇതിനൊക്കെ എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നല്ലത് സംസാരിക്കാൻ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു വാചകം നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നല്ലത് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയുന്ന കൺസെപ്റ്റിന് വരുന്നത് ഇതുകൊണ്ടാണ്. നല്ലത് മാത്രം സംസാരിക്കുക, വെറുതെ വളവള സംസാരിച്ചുകൊണ്ടിരിക്കരുത്. ടോക്കറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു ക്വാളിറ്റി ആയിട്ടൊക്കെ ചില ആളുകൾ പറയാം. ടോക്കറ്റീവ് അല്ല ക്വാളിറ്റി, നല്ലത് സംസാരിക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി. നല്ലത് സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നല്ല ഫ്രീക്വൻസി മാത്രമേ പോരുള്ളൂ. ആ കേൾക്കുന്ന ആളുകളിലേക്കും ആ നല്ലത് മാത്രമേ വരുള്ളൂ. ഈവൻ നമ്മൾ ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് വരെ നമ്മൾ വേറെ ക്ലാസ്സുകൾ, ഞാൻ ടീച്ചേഴ്സിനോടൊക്കെ പല ക്ലാസ്സുകൾ പറയാണ്, നിങ്ങൾ ഉദാഹരണം പറയുന്ന സമയത്ത് ഒരാളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഉദാഹരണങ്ങൾ ആവരുത്, ഒരാളെ കളിയാക്കുന്ന തരത്തിലുള്ള ഉദാഹരണം ആവരുത്. ചിലപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ നിറങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ രൂപങ്ങൾ വെച്ചിട്ടോ ചിലപ്പോൾ നമ്മൾ തമാശകളൊക്കെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് കേൾവിക്കാർക്ക്, പ്രത്യേകിച്ച് മക്കളെ, ചെറിയ കുട്ടികളാണെങ്കിൽ ഇവരെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇത് കയറുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കറുപ്പ് നിറം വന്നു കഴിഞ്ഞാൽ പേടി നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മുടെ മുഖത്തൊരു കറുപ്പ് നിറം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പേടി വരുന്നുണ്ട്. കറുപ്പ് ഏഴടക്കാണെന്നുള്ളതും നിറത്തിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതും ഇതെല്ലാം നമുക്കറിയെങ്കിലും ഒരു കറുത്ത പാടോ ഒരു വെളുത്ത പാടോ വന്നാൽ തീരാവുന്ന മാനസികമായ പ്രശ്നങ്ങളെ ഒരു ധൈര്യവും നമുക്ക് ഉണ്ടാവാറുള്ളൂ പലപ്പോഴും. അതിലെ കൂടുതലും മേലക്കുള്ള കഴിവുള്ള ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരാളായിരുന്നു, സൈക്കോളജിസ്റ്റ് ആണ്. നമുക്കൊരു പേഷ്യന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു തെറാപ്പി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഒരിക്കൽ അങ്ങനെ വന്ന സമയത്ത് ആളെന്റെ അടുത്ത് ഒരു വിഷയം മാത്രമാണ് ഞാൻ തന്നെ ഞാൻ ചോദിക്കാനോ അതിനെ തിരുത്താനൊന്നും പോയില്ല. പക്ഷെ ആൾ എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, കാലിന്റെ ഏറ്റവും താഴെയാണ്, ഒരാളും കാണാത്തൊരു ഭാഗമാണ്, ഈ പാട് മാറ്റാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരുപാട് ഞാൻ 5 വർഷമായിട്ട് അതിന് പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കുഴപ്പമില്ല എന്ന് ആൾക്കറിയാം, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. 5 വർഷമായിട്ട് അത് അങ്ങനെ തന്നെ കിടക്കുന്നത്, കൂടിയിട്ടുമില്ല വലുതായിട്ടുമില്ല ചെറുതാവുന്നില്ല, അത് അങ്ങനെ തന്നെ കിടക്കുന്നത്. അന്ന് പിന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നുമില്ല, അത് ഒരാളും കാണുന്ന ഒരു പോയിന്റിലും അല്ല അത് കിടക്കുന്നത്.
അത് മാറ്റാൻ എന്താ ചെയ്യുക? അത് ഭയങ്കര ഇമോഷണലി ആണ് ചോദിക്കുന്നത്. കാരണം നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ ഒരു പ്രോബ്ലം കാരണം ദിവസം നമ്മൾ പ്രോബ്ലംസ് ആണ് ആളുകൾ പറയുന്നത്. ഓരോ ഡോക്ടർ ഇവിടെ വേദന ഉണ്ട്, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് ആ വേദനയോ ആ ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് തന്നെയാണോ പറയുന്നത്, ഇല്ലാതെയാണോ പറയുന്നത്? അപ്പൊ ചില രോഗികളൊക്കെ ചിലപ്പോ ഒരു മാറ്റമല്ലല്ലോ ഡോക്ടർ എന്നൊക്കെ പറയും, പക്ഷെ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ തന്നെ ആ രോഗത്തിന് നല്ല മാറ്റമുണ്ട്, അവരുദ്ദേശിച്ച അത്ര സുഖമായിട്ടില്ല, അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും, അവർ എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയും. ഇവർ ഇത്ര ഇമോഷണൽ ആയിട്ട് അത് പറഞ്ഞത്. അപ്പോ നമുക്കൊക്കെ ഈ പറയുന്ന ഞാനും അത്രത്തോളം കോൺഫിഡന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മാത്രം തിരിച്ചറിയാവുന്ന ചില തിരിച്ചറിവുകളാണ് അതൊക്കെ. അപ്പോ നമുക്കും അത്രത്തോളം നമ്മളെ മാനസികമായിട്ടും, കാരണം ഒരു പാട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നിറം ഇങ്ങനെയാണ്, ശരീരത്തിന്റെ രൂപം ഇങ്ങനെയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ രൂപം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മളായിട്ട് ബിൽഡ് ചെയ്ത് വന്നതല്ല. നമ്മൾ കണ്ട പല എനർജികളും നമുക്ക് തന്നതാണ്. ആ എനർജി നമുക്ക് സിനിമകളാവാം, പാട്ടുകളാവാം, കവിതകളാവാം, കഥകളാവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവാം, എവിടുന്നും ആവാം. എൻവയോൺമെന്റൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന പല ടൈപ്പ് ഓഫ് എനർജികളുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫിന്റെ ഓരോ ഓരോ തലങ്ങളിലും, ഓരോ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ സെക്കൻഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ സിറ്റുവേഷൻസിലും എനർജി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ ഇതെല്ലാം വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചാൽ മതി, ഇത് നമ്മൾ ലോകം മൊത്തം നമുക്ക് ഇത് തിരിച്ചു തരും, എല്ലാം നമുക്കറിയാം. എങ്ങനെ കിട്ടും? ഇത് അവിടെ എനർജി പറയണം. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു അഫർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മാനിഫെസ്റ്റിന്റെ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാനൊരു ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. VR ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിൽ പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണോ നമ്മുടെ എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി എങ്ങനെയാണോ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്, ആ സ്പ്രെഡ് ചെയ്യുന്ന സിസ്റ്റം അനുസരിച്ചിരിക്കും നമ്മളടുത്ത് ബന്ധപ്പെടുന്ന ആളുകൾ. ഈവൻ ആൾക്ക് ഭയങ്കര മോശം സ്വഭാവം ഉണ്ടെങ്കിൽ പോലും നമ്മളൊപ്പം ചാരി ചന്ദനം മണത്ത് തുടങ്ങും ആൾക്കും. കാരണം നമ്മുടെ നെഗറ്റീവ് എനർജീസും നമുക്ക് റെഡ്യൂസ് ആയി തുടങ്ങും, നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. കാരണം ഈ എനർജി ഫീൽ ചെയ്യാൻ പറ്റിയാൽ മതി. ഈ എനർജി ഫീൽ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആണ് നമ്മുടെ അഫർമേഷൻസ്, മെറ്റീരിയലിസ്റ്റിക് ആണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ്, മെറ്റീരിയലിസ്റ്റിക് ആണ് നമ്മുടെ കോൺഷ്യസ്നസ്. ആ മെറ്റീരിയലിസ്റ്റിക് എന്നുള്ളത് ഒരു ഇമ്മെറ്റീരിയലിസ്റ്റിക് സിസ്റ്റത്തിലോട്ട് മാറണം. നമ്മളിതൊന്നും കാണാതെ, നമ്മൾ ഈ പറയുന്ന ആറ്റം പോലെ, ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ കിടക്കുന്ന പോലെ, ഇതൊക്കെ എങ്ങനെ തമ്മിൽ കോണ്ടാക്ട് ആവുന്നത് പോലെ, ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, എന്നിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇതെല്ലാം സംഭവിക്കുന്നുള്ളത്. അതിനെല്ലാം തെളിവുകളും ഉണ്ട്. അപ്പൊ ആ തെളിവിനനുസരിച്ച് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പല മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ തെളിവുകൾ നമുക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മാനിഫെസ്റ്റിലൊക്കെ നമ്മളും വിശ്വസിച്ച് തുടങ്ങിയത്. ഇല്ലാതെ ഇതൊക്കെ ഒരു മണ്ടത്തരമായിട്ട് നമുക്കും ഫീൽ ചെയ്യുള്ളൂ. കാരണം ഓക്കെ, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് ഇങ്ങനെയുള്ള കഴിവുണ്ട് എന്ന് പറയുന്ന, ഇല്ല എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന വലിയൊരു ജനത ഇന്നും, ഒരുപാട് മുമ്പല്ല, ഇന്നും ഈ ലോകത്ത് അത്രത്തോളം വലിയൊരു വിഭാഗം, മെജോറിറ്റി വിഭാഗം തന്നെ ഇരിപ്പുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും, അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവർ വരെ എന്തുണ്ട് ഈ ലോകത്ത് ഇന്നുണ്ട്. അപ്പോ അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളും ഈ പറയുന്ന ഇത്രയും ഒരു 20%-30% ആളുകളൊക്കെ ഇത് കുറച്ചെങ്കിലും കൺസെപ്റ്റുകൾ മനസ്സിലാക്കി ലോകത്ത് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോ ഈ പറയുന്ന ആളുകളിൽ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആണ് ഇത്. അതുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ട് പുറത്തെത്താത്തത്. കാരണം ഇമ്മെറ്റീരിയലിസ്റ്റിക് ആയ കുറച്ച് വെറും ഒരു 1% ഒക്കെ ആളുകളെ ഉള്ളൂ. അവരൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടും ഉണ്ടാവും. അവർക്കൊക്കെ അക്യൂർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവരൊക്കെ ഇത് ചെയ്തിട്ടും ഉണ്ടാവും. ആ ചെയ്യാതെ നടക്കുന്ന നമ്മൾ കുറച്ചൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മേലോട്ട് നമുക്കൊരു സ്റ്റെപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ടൈപ്പ് ഓഫ് എനർജീസ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സിസ്റ്റം ആണ് വരുത്തുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുക, എനർജി നമുക്ക് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ എനർജി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോ മുമ്പ് എപ്പോഴോ ഞാനൊരു ആഡോ ഞാൻ കണ്ടു, ഫോണിന്റെ ആഡോ ആണോ സംതിങ്, എനിക്ക് ഓർമ്മയില്ല. ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവരുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ആന്റിനെ പോലെ അങ്ങ് വരും. എന്നിട്ട് ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അതിലിങ്ങനെ. അങ്ങനെ ഓരോ മനുഷ്യന്മാരും പോകുന്നതൊക്കെ വരും. അതിൽ ഫോൺ യൂസ് ചെയ്യുന്ന എന്താണ് ഇത് ഫുൾ ഒരു എനർജി പോലെ അവരിങ്ങനെ ഒരു വേവ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരിക ചെയ്യാം. അപ്പൊ അത് അങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും. ആ വിഷ്വലൈസ് ചെയ്ത പോലെ ഒരു ആഡാണ് അത്. ആ ആഡ് ഫോണുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ആഡ് വേണ്ടിയിട്ട് ചെയ്തതാണ്.
പക്ഷെ ആ ഒരു കൺസെപ്റ്റിനെ നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓരോ ആളുകളെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഓരോ ആളുകളുടെ സ്വഭാവം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മുമ്പ് എൻ്റെ ഒരു സാറുണ്ട്, നമ്മളൊരു കോഴിക്കോടുള്ളതാണ്. അപ്പൊ ആളുടെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. പുള്ളി ഭയങ്കര കോൺഷ്യസ്നെസിന്റെ ഒക്കെ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ ഈ കോൺഷ്യസ്നെസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ശ്രമം നടത്തിയത്. അന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റ് നടന്നു വരികയാണ്. ആ പേഷ്യന്റ് നടന്നു വരുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് കിഡ്നി സ്റ്റോൺ ആണെന്നുള്ളതാണ്. കിഡ്നി സ്റ്റോൺ ആണെന്ന് മനസ്സിലായി എന്നുള്ളത്. പുതിയ പേഷ്യന്റ് ആണ്, ഫസ്റ്റ് അന്ന് കാണിക്കുന്ന പേഷ്യന്റ് ആണ്. ഒരു തരത്തിലും പരിചയം ഇതാ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. നമ്മളവിടെ സ്ഥിരമായിട്ടിരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് പല എക്സ്പീരിയൻസ്. ഒരു സിംഗിൾ ആളെന്ന് പറയുമ്പോൾ നമുക്ക് കോയിൻസിഡൻസ് ആയിട്ടോ നേരത്തെ അറിയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും റിപ്പീറ്റ് ആയിട്ട് ഇത് ഒരുപാട് കണ്ടപ്പോൾ മനസ്സിലായി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോ ആൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ മുമ്പൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വല്ല മായയാണ് മന്ത്രമാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇത് ഒബ്സർവേഷൻ ആണ്, ഭയങ്കര കീൻ ഒബ്സർവേഷൻ ആണത്. ആ ഒബ്സർവേഷനിൽ നമുക്ക് കിഡ്നി സ്റ്റോണിൽ ഒരു പേഷ്യന്റിന് ഏത് സൈഡിലോട്ട് ചെറിയ ചെരിവ് വരും എന്നുള്ളതും അത് ഏതിന്റെ ഭാഗമായിട്ടാണ് അവര് കൈ പിടിക്കുക എന്നുള്ളതും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമുക്ക് സൈക്കോളജി പിടുത്തം കിട്ടും. ഒരുപാട് കിഡ്നി പേഷ്യൻസിനെ കാണുമ്പോൾ, സ്റ്റോണുള്ള പേഷ്യന്റിനെ കാണുന്ന സമയത്ത്, അതുപോലെ നടുവിന് പ്രശ്നമുള്ള ആൾ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒരാളെ പ്രോബ്ലം അയാൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അയാളുടെ എനർജി എന്തായിരിക്കും. നമ്മുടെ എനർജി അയാളിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് മാഗ്നറ്റിക് ഫീൽഡിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും അയാളുടെ എനർജിയെ. നമുക്ക് മനസ്സിലാക്കുക ഇതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്സർവേഷനിലൂടെ തന്നെ നമുക്ക് എനർജി ഫീൽ ചെയ്തു തുടങ്ങും. അപ്പൊ ഇങ്ങനെയാണ് ഇതൊരു എനർജി വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളതും ഇങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ വരുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് ഓരോരുത്തരും പഠിക്കുന്ന സമയത്ത് സെൽഫ് കോൺഷ്യസ്നെസ് അതിലാണ് ഏറ്റവും വാല്യൂ കൊടുക്കണം. മറ്റുള്ളവർക്ക് ഒരുപാട് കോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം സെൽഫ് കോൺഷ്യസ് ആവാനുള്ള ഒരു ശ്രമം മാക്സിമം ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് സാർ ഒരുപാട് നല്ല നല്ല പോയിന്റ്സ് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു. താങ്ക് യു. ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കാം, മറ്റുള്ളവർക്ക് ചോദിക്കാലോ. അല്ല ചോദിച്ചോ, ഇനിയിപ്പോ വേറെ ആരും ഉണ്ടാവും തോന്നുന്നില്ല. വേറെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, ഞാനത് ചോദിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ ആയിരിക്കും. കാരണം ഇന്ന് തന്നെ രാവിലെ തന്നെ ഞാൻ ഓഫീസിൽ വന്ന സമയത്ത് നമ്മളവിടുത്തെ ഒരു സ്റ്റാഫ്, അപ്പൊ അവര് 2-3 ദിവസമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അവര് ലേഡിയാണ്. അപ്പൊ ഇന്ന് വേറെ സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവര് ഫൈനാൻസ് സെക്ഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കാലിബർ ഉള്ള ഒരു ലേഡിയാണ്. അപ്പൊ ഇന്ന് 2-3 ദിവസമായിട്ട് വന്നു. അങ്ങനെ ലീവ് എടുക്കാറില്ല. അപ്പൊ ഇന്ന് വന്നപ്പോ തന്നെ നമ്മുടെ വേറൊരു കൊളീഗ് തന്നെ അവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങി. പെട്ടെന്ന് അങ്ങോട്ട് എക്സ്പ്ലോർഡ് ആയി കരയാൻ തുടങ്ങി. അപ്പോ അപ്പൊ ഇത് പുള്ളി അവിടെ ഈ പറഞ്ഞ സാർ ആദ്യം തന്നെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ പേഴ്സണലായിട്ട് ഇമോഷണലായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ ലെവലിലാണ് പോണെന്നുണ്ടെങ്കിൽ അത് ഇതാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിലെ മറ്റാൾ എന്ത് ചെയ്യും എന്നുള്ളത്. പുള്ളി അത് വളരെ പക്വതയോട് കൂടിയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്റെ മേത്തോട്ട് അത് അടിച്ചേൽപ്പിക്കരുത്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും, സമ്മതിച്ചു. പക്ഷെ അത് എന്റെ മേത്തോട്ട് വരുന്ന സമയത്ത് ഞാനൊരു വിക്ടിം ആവും. അതാണ് അവിടെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റി. കാര്യം എല്ലായിടത്തും അങ്ങനെ തന്നെ. നമ്മൾ അവിടുന്ന് കേട്ടത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ മേത്തോട്ട് ഇടുമല്ലോ, അങ്ങാടി തോറ്റ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നത് വൻ അബദ്ധമാണ്. അവിടെ നമ്മള് ഇപ്പൊ ചില ആളുകൾക്ക് ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അത്ര സെൽഫിഷ് ആവാൻ പാടുണ്ടോന്ന് ചോദിക്കും. അപ്പോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങളുടെ അടുത്ത് കേൾക്കണ്ടെന്നല്ല, കേൾക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കാനുള്ള കഴിവ് നിങ്ങൾ സ്വയം ആർജിച്ചെടുക്കണം. അങ്ങനെ ആർജിച്ചെടുത്ത് അതിന്റെ സൊല്യൂഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാം. അതുവരെ നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലംസ് അവരുടെയും പ്രശ്നങ്ങളും ഒരേപോലെ ആയി തുടങ്ങുകയും നിങ്ങളുടെ ലൈഫിൽ അതിനെ ബാധിക്കുകയും ചെയ്യും. ഇത് വേറൊരാൾക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലിസണർ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്നും ലിസൺ ചെയ്യാൻ വേണ്ടി മാത്രം ജനിക്കാൻ വിധിച്ച കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. നോ എന്ന് പറയാൻ അവർക്ക് തയ്യാറാവില്ല ഒരിക്കലും. ആരെന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ തയ്യാറാവും. അങ്ങനെ തയ്യാറായ ആളുകളുടെ ലൈഫ് മാത്രം നമ്മൾ എടുത്താൽ മതി. വേറെ പരീക്ഷണത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അവർക്ക് എവിടെയും ഒന്നും എത്താനായിട്ടാവില്ല. അവരിപ്പോഴും മറ്റുള്ളവരുടെ വാക്കിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്.
അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. കാരണം അവരൊരിക്കലും നോ എന്ന് പറയില്ല. അപ്പോ ഇമോഷണൽ ലോഡിംഗ് ഉള്ളവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകാൻ ബുദ്ധിമുട്ടല്ലേ? അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നമ്മൾ ആ ഒരു എനർജി ലെവലിൽ മാത്രം ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാല് ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവില് മാത്രം വർക്കൗട്ട് ആവുന്ന ഒരു സംഭവമായിട്ടല്ല, നെഗറ്റീവിലും വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ഇമോഷണലി വീക്ക് ആവുന്ന ഒരാൾക്ക് ആ ഒരു എനർജി എങ്ങനെയാണോ അയാൾ കൺസ്യൂം ചെയ്യുന്നത് അതനുസരിച്ചാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇത്രയേ ഉള്ളൂ. ലോ ഓഫ് അട്രാക്ട് എന്താണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നമ്മൾ കൺസെപ്റ്റുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന? എനർജിനെയാണ്. എനർജി എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ആകുന്നത്. അല്ലാതെ വേറെ ഒന്നിനല്ല നമ്മൾ അട്രാക്ട് ചെയ്യുക. അപ്പൊ എനർജി എന്ന് പറയുന്നതിൽ എന്തില്ല, എന്താണ് എനർജി എന്നുള്ളതാണ്. എന്ത് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ആണ്, ഏത് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ഉള്ള സാധനത്തിനാണ് ഞാൻ അക്യൂർ ചെയ്യുന്നത്, ഞാൻ കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച്. അപ്പൊ എന്റെ ലോ ഒരു വൈബ്രേഷണൽ മോഡുള്ള ഒരാളാണ്, ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും, എനിക്ക് ജലസി ഉണ്ടാവും, എനിക്ക് ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇമോഷണലി വീക്കാണ് നമ്മൾ പൊതുവെ പറയും. ഇങ്ങനെ ഒരാളിലേക്ക് വീണ്ടും വീണ്ടും ഈ സെയിം പാറ്റേണിൽ ലോ ഓഫ് അട്രാക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഇയാൾ എന്തൊക്കെ ആഗ്രഹിച്ചു, ഈ ആഗ്രഹങ്ങളൊക്കെ വിഷ് ലിസ്റ്റിലോട്ടേ പോവുള്ളൂ. കാരണം അയാൾ ആദ്യം എന്താണ് റീഫ്രെയിം ചെയ്യേണ്ടത് ഈ എനർജിനെയാണ്. ഈ എനർജിനെ റീഫ്രെയിം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ലോ ഓഫ് അട്രാക്ഷനെ പോസിറ്റീവ് ആക്കാൻ പറ്റുള്ള ആൾക്ക്. ഇല്ലെങ്കിൽ ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ടല്ല വരിക, നെഗറ്റീവ് ആയിട്ടാണ് വരിക. എന്റെ മൈൻഡിലുള്ള എന്റെ ബിലീഫ് സിസ്റ്റം ഒക്കെ നെഗറ്റീവ് ആണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് ആയിട്ട് വർക്കൗട്ട് ആവുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. മണ്ടന്മാരായില്ലേ നമ്മള്? ലോ ഓഫ് അട്രാക്ഷൻ അത്രയും വാല്യൂ ഇല്ലാത്തായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം പോലെ ആരും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പുറപ്പെടുവിപ്പിക്കുന്ന എനർജിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൃത്യമായ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് അവിടുന്ന് അതുപോലത്തെ എനർജിനെ കൺസ്യൂം ചെയ്ത് തിരിച്ച് നമ്മൾ തൊട്ട് തന്നെ കൊണ്ടുവന്ന് തരും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് എന്താണ്, ഈ ലോകം മൊത്തം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാൻ ലോകം നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത്, അത് നെഗറ്റീവ് ആണെങ്കിലും അങ്ങനെ സംഭവിക്കാം, പോസിറ്റീവ് ആണെങ്കിലും അങ്ങനെ സംഭവിക്കാം. ഞാൻ എങ്ങനെയാണോ ഈ എനർജിനെ സ്പ്രെഡ് ചെയ്യിക്കുന്നത്, നെഗറ്റീവ് എനർജി ആണോ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്, നെഗറ്റീവ് എനർജിയാണ് എനിക്ക് തിരിച്ചു കിട്ടുക. എനിക്കൊരിക്കലും പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് ആഗ്രഹിക്കരുത്. ഞാൻ കൊടുക്കുന്നത് പോസിറ്റീവ് സ്പ്രെഡ് ആണെങ്കിൽ മാത്രമാണ് തിരിച്ചും പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ കൊടുക്കുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഞാൻ പറയുന്നാലാവരുത്. ഞാൻ ചില ആളുകൾ പറയുന്നുണ്ട്, ഡോക്ടർ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറയും ചില കേസിൽ. നിങ്ങൾ ആ ഇഷ്ടം ഒന്ന് ഡിഫൈൻ ചെയ്തെന്ന് പറയുമ്പോൾ അയാൾ ഡിഫൈൻ ചെയ്യുന്ന അയാളുടെ ഇഷ്ടത്വമാണ്, അയാളുടെ ഇഷ്ടത്തെ കുറിച്ചായിരിക്കും അയാൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെ എന്റെ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ ഇതാണ്. ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ഓരോ ആളുകളുടെ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ വ്യത്യാസം ഉണ്ടാവും. അതെന്തുകൊണ്ടാ? നിങ്ങൾ അനുഭവിച്ച സ്നേഹത്തിന്റെ രൂപങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഡെഫിനിഷന് വ്യത്യാസമുണ്ട്. സ്നേഹം എന്താണെന്നും കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ഡെഫിനിഷൻ ഒരിക്കലും ആവില്ല. ഓരോരുത്തർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ഉണ്ടാവുക. പ്രണയം എന്നുള്ളത് വേറെ ഡെഫിനിഷനാണ്, സ്നേഹം എന്ന് പറയുന്നത് വേറെ ഡെഫിനിഷനാണ്. എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ പഠിച്ച എല്ലാം ഒന്നാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഡെഫിനിഷൻ ഉണ്ടാവും. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ആണ്. സ്നേഹം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ 10-30 വയസ്സുള്ള ആളുകളൊക്കെ നോർമലി നമ്മൾ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും സ്നേഹത്തെ കുറിച്ചൊരു നമുക്കൊരു ധാരണ ഉണ്ട്. ഇത് സ്നേഹം, ഇത് ഇത്ര വിലയൊക്കെ ഉള്ളൂ, തീരെ കിട്ടാത്തവർക്ക് അത്രേ ഉണ്ടാവുള്ളൂ, എന്നാൽ ഒരുപാട് കിട്ടിയവർക്കോ ഭയങ്കര വാല്യൂ ഉള്ള സാധനമായിരിക്കും എന്ന് പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ അവിടെ വരുന്നില്ലേ? ആ സംഭവം തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ സിസ്റ്റത്തിലും വരുന്നുണ്ട്. അത് നിങ്ങളതായ ഒരു അഫർമേഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓരോ ആളുകളുടെ അഫർമേഷനും ശരിയാണ് എന്ന് നിങ്ങൾ ധരിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കൂല അതിന്റെ ഒരു ഒറിജിനൽ സിസ്റ്റം, അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു എന്താ പറയാ, നമ്മളൊരു കൺസെപ്റ്റ് പറയാറുണ്ടല്ലോ, നമ്മുടെ ഉദ്ദേശം നിയത്ത് പക്ക ആവണം നമ്മൾ പറയാറുണ്ട്. കൃത്യമായ ഉദ്ദേശം നമുക്ക് എങ്ങനെയാണോ പോകുന്നത്, ആ ഉദ്ദേശം ഇന്റൻഷനൽ എന്ന് പറയുന്നത്, ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടാണെങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വരെ വർക്കൗട്ട് ആവുള്ളൂ എന്നാണ്. അത് ഞാൻ മാത്രം മനസ്സിലാക്കിയതല്ല, എനിക്ക് കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പല ആളുകൾക്കും സംസാരിച്ചപ്പോഴും പല ആളുകളുടെ റിസർച്ചുകളിലും ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം അതാണ്. അതായത് ചുമ്മാ ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. നമ്മൾ ഡെയിലി വിഷൻ ബോർഡ് ഉണ്ടാക്കുകയും അഫർമേഷൻ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്താലൊന്നും ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവില്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവുക ഫസ്റ്റ് നെഗറ്റീവില്ല, പോസിറ്റീവിലല്ല. നമ്മൾ ലൈഫ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആയ ആളുകളാണ് മനുഷ്യന്മാരെല്ലാവരും.
അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മളെ മൈൻഡിൽ ചെറുതായിട്ടെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് കാര്യങ്ങളാണ് വർക്കൗട്ട് ആവുന്നത്. അതിനെ പോസിറ്റീവ് ആക്കാനുള്ള പണിയാണ്. യെസ്, ക്ലാസ്സിലാണ്. വെയിറ്റ് ചെയ്യാം. ഇതിൽ ചോദിക്കാനാണോ? ആണോ? ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കഴിയാതെ അല്ലെങ്കിൽ നാളെ വന്നു രാവിലെ വന്നു. അപ്പോ നമുക്ക് എന്താണ് അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലൈന്റ് ആണോ എങ്ങനെ ക്ലൈന്റ് ആണോ എന്ന് ചോദിക്കും. പേഷ്യന്റ് വന്നതാ നാളെ ആ രാവിലെ. ഓക്കെ ശരിയല്ല. ഞാൻ ഇതിലത് സാർ ഇപ്പൊ പറഞ്ഞതില് ഈ ഇപ്പൊ നമ്മള് സാർ ഇത്ര നേരം പറഞ്ഞതില് 2-3 പോയിന്റുകൾ കറക്റ്റ് ആണ്. ഈ ഇന്റൻഷൻ തന്നെയാണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം. അപ്പൊ ഇതിനകത്ത് സാറ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ഇന്റൻഷൻ ഇപ്പൊ രാവിലെ നമ്മളൊരു ദിവസത്തിന്റെ എനർജി കൺസപ്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിന്. അപ്പൊ അത് ഞാനതിൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇപ്പൊ രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളെപ്പോഴും ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതിനേക്കാളും മുമ്പ് ടുഡേ ഈസ് എ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞ് തുടങ്ങണം എന്ന് പറയാറുണ്ട് എന്ന് പറയും. പക്ഷെ അതിന്റെ ഒരു കാര്യം എന്താണ്? അപ്പൊ അതിന്റെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മളിപ്പോ എന്താ അത് പറയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നല്ല പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നത് തന്നെ അതാണെന്നുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളത് അതുപോലെ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതൊരു ഇന്റൻഷന്റെ കേസ് തന്നെയാണല്ലോ. ഇപ്പൊ ഫൈസൽ സാറൊക്കെ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, നിങ്ങളൊരു യാത്ര കോഴിക്കോടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞ് കോഴിക്കോട് എത്തണം എന്ന് പറയുന്നത് അത് എന്ത് ഉദ്ദേശമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഉള്ള കാര്യം. പക്ഷെ മറ്റുള്ളത് കുറച്ച് ഭയങ്കര ആ പോയിന്റിൽ ഇന്റൻഷനും പ്ലസ് ഇന്റൻഷൻ ബിഹൈൻഡ് ഇന്റൻഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ട് വരും. അതായത് നമ്മളൊരു ഇന്റൻഷൻ വെച്ചു, അതായത് എനിക്ക് ആപ്പിളിന്റെ ഒരു വാച്ച് മേടിക്കണം അല്ലെങ്കിൽ ആപ്പിളിന്റെ ഒരു ഫോൺ മേടിക്കണം. അതൊരു ഇന്റൻഷൻ ആണ്. ആ ഇന്റൻഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ചുകൂടി എല്ലാവരുടെ അടുത്തും ഉണ്ട്, കുറച്ചുകൂടി കംഫർട്ട് ആണ് അതിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഇന്റൻഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നോർമലി ആരുടെ അടുത്ത് സംസാരിച്ചാലും ഐഫോൺ ആണ് കുറച്ചുകൂടെ ഒരു എഫിഷ്യന്റ് ആവുന്നത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. നമ്മൾ ആ ഇന്റൻഷന് അതിന്റെ ഇന്റൻഷനും കൂടെ നോക്കണം എന്നാണ് ശരിക്കും ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ. ആ ഇന്റൻഷനിൽ ചിലപ്പോൾ അതൊരു ഷോ ഓഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നാലാള് കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും അതുണ്ട് എന്നുള്ളതിന്റെ പുറത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യണം എന്നാണ്. കാരണം അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ബിസിനസ് സ്ട്രാറ്റജി ക്ലാസ്സുകളിലാണ് ഈ കൺസെപ്റ്റ് പറയെങ്കിലും അത് ഞാൻ നേരെ ലൈഫിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം ബിസിനസ് സ്ട്രാറ്റജിയിൽ നമ്മൾ പൊതുവെ പറയാണ് ഒരു BM മേടിക്കുക. നമ്മൾ ചില ആളുകൾ ബിസിനസ് തുടങ്ങുമ്പോഴേക്കിന് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് എന്തായിരിക്കും, നമ്മൾ നല്ല വലിയ വലിയ സാധനങ്ങൾ മേടിക്കാനും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനും ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു BMW കാറ് മേടിക്കണം, ഇതാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരു 2 വർഷം കൊണ്ട് ഞാൻ ഈ പ്രോഫിറ്റിലേക്ക് എത്തുന്നു, ഞാൻ ആദ്യം ഇങ്ങനെ ഒരു കാറ് മേടിക്കാൻ ആഗ്രഹിക്കുന്നു, ഇതൊക്കെ വിഷ് ലിസ്റ്റിൽ ഇങ്ങനെ ഇട്ടേക്കുക. അപ്പൊ ഞാൻ ആ ഒരു കാര്യം മാത്രം എടുക്കുകയാണ്, BMW കാർ എടുക്കാൻ പോകുന്നു. അതിന്റെ ഇന്റൻഷൻ എന്താണ്, ഇങ്ങനെ നമുക്ക് ഭയങ്കര കംഫർട്ട് ആവണം, ബിസിനസ് ഓണർ ആണല്ലോ ഞാൻ. അപ്പൊ അത് ഇന്റൻഷൻ ഓക്കെയാണ്, അത് വക്കെയാണ്. ഇന്റൻഷൻ ബിഹൈൻഡ് ഇന്റൻഷൻ, അവിടെ എനർജി ഡിഫറെന്റ് ആയി. ആ ഇന്റൻഷനിലെ എനർജിയും ഇന്റൻഷൻ ബിഹൈൻഡ് ഇന്റൻഷനിലെ എനർജിയും ഡിഫറെന്റ് ആയി. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ മാറി, അവിടെ നമ്മുടെ സിസ്റ്റം മാറി, എല്ലാം മാറിയിട്ടുണ്ട്. കാരണം അവിടെ വരുന്ന സമയത്ത് ആ ആളുടെ തോട്ട് എങ്ങോട്ടാ പോകുന്നത് നോക്കുക. ഓക്കെ, ഞാനിത് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാറാണ്, എനിക്ക് അതിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഓഫീസായിട്ട് മാറ്റാൻ പറ്റും, എനിക്ക് ഇനിയും ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെയാണോ ആൾ ആ കാർ ഉദ്ദേശിച്ചത്, അയാൾക്ക് അത് സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാൻ ബിസിനസ് ഓണർ ആണല്ലോ, എന്നെ ഒരുപാട് ആൾ പുറ്റിച്ചിട്ടൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എനിക്കൊന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബേസിസിലാണോ അയാളുടെ ഈ കംഫർട്ട്നെസ്സും ബാക്കിയൊക്കെ ബിൽഡ് ചെയ്തതെങ്കിൽ ആ ഇന്റൻഷൻ നമ്മൾ പരിശോധിച്ചില്ലെങ്കിൽ ആ സംഭവം അസറ്റ് നിന്നുള്ളത് ലയബിലിറ്റി ആയി മാറും എന്നുള്ളതാണ്. കാരണം ആ വാങ്ങിച്ച കാർ അയാൾക്ക് പിന്നെ കടമായിട്ട് തീരുന്നതാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവുന്നതോടെയാണ് ഇന്റൻഷൻ ബിഹൈൻഡ് ഇന്റൻഷൻ. കാരണം അവിടെ എനർജിയിൽ ചെറിയ വേരിയേഷൻ വന്നു, അതേ വർക്കൗട്ട് ആവുള്ളൂ. നമ്മൾ എന്താണോ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ എനർജിനെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ എവിടെ സ്റ്റക്കായി പോയി. നമ്മൾ ഇന്നൊരു 2 ദിവസം മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഇത് വെച്ചിരുന്നു. കുറെ ആളുകൾ എനിക്ക് റിപ്ലൈ തന്ന ഒരു സംഭവമാണ്, പഴയ ഞാൻ എവിടോ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട് ചില ആളുകൾ. പഴയ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. മിക്കവാറും ഞാൻ ഈ ഒരു നമ്മുടെ ഒരു പോയിന്റ് കപ്പിൾ കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ശരിക്കും മാറി. എനിക്ക് അതിനുശേഷമാണ് എനിക്ക് ഭയങ്കര ദേഷ്യം തുടങ്ങിയത്.
അതിനുശേഷമാണ് ഞാൻ ഇങ്ങനായി മാറിയത്. അതുവരെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഞാൻ എല്ലാ ആളുകളിലേക്കും ഇറങ്ങാറുണ്ട്, സംസാരിക്കാറുണ്ട്. എവിടെ ഈ സ്റ്റെക്ക് വന്നത്? എവിടുന്ന ഞാൻ ഈ പഴയ ഞാനായി മാറിയത് എവിടുന്ന? അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷനിൽ അതിന് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റും. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും. പക്ഷെ അതൊക്കെ ഉത്തരങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. ഇയാൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? ഈ പഴയ ഞാൻ എന്നുള്ള വാക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് എനർജി ബേസ് ചെയ്തൊരു സാധനമാണ്. കാരണം അവിടെ എനർജിയാണ് അവിടെ വർക്കൗട്ട് ആയിട്ടുള്ളത്. അയാളുടെ ആ ആള് കല്യാണം കഴിഞ്ഞ ശേഷം അയാളുടെ എനർജി ഏറ്റവും കൂടുതൽ അയാൾ സ്പ്രെഡ് ചെയ്തത് ഏത് റീജിയനിലോട്ടാണ്, ഏത് ഭാഗത്തോട്ടാണ്? ഓക്കെ, ഹസ്ബൻഡ് എന്നുള്ള ഇഷ്യൂലായിട്ടാണ് പോയത്, അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നോട്ടാണ് പോയത്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാമിലി എന്ന് പറയുന്നോട്ടാണ് പോയത്? എവിടേക്കാണോ ഈ എനർജി കംപ്ലീറ്റ് പോയത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടും. എനർജി അങ്ങോട്ട് മാത്രമല്ല കൊടുക്കുക. നമ്മൾ ട്രാൻസ്ഫറിങ് എനർജി എന്ന് പറയുന്നത് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ഉണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, അങ്ങോട്ട് മാത്രം കൊടുക്കൽ കഴിയൂല. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രെയിൻ ആയി തുടങ്ങും. ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ടേക്ക് മേടിച്ചു തുടങ്ങും. അതാണ് നമ്മുടെ സിസ്റ്റം. കാരണം നമ്മുടെ ശരീരത്തിൽ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലല്ലോ. എനർജി ഇസ് നോട്ട് ക്രിയേറ്റ്, ഡെസ്ട്രോയിഡ്, രണ്ടും ഇല്ല എന്നാണ്. ഉണ്ടാക്കി വെക്കാനും പറ്റില്ല, അതുപോലെ തന്നെ ഇല്ലാതാക്കാനും പറ്റില്ല. നമുക്ക് ട്രാൻസ്ഫറിങ്ങേ പറ്റുള്ളൂ. ഓരോ ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. ഒക്കെ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ച അതേ തിയറി. അത് തന്നെയാണ് നമ്മൾ എല്ലാ ലൈഫിൽ എല്ലാ സിസ്റ്റത്തിനും വരുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ഇത് മാക്സിമം കൊടുക്കുന്നു, ഡ്രെയിൻ ആവുന്നു, എവിടുന്നോ തിരിച്ച് കിട്ടി തുടങ്ങി. നമുക്ക് ഈ കിട്ടി തുടങ്ങിയത് മുതൽ നമ്മൾ പിന്നെ നമ്മളല്ലാണ്ടായി മാറി. കാരണം അയാളുടെ പ്രോബ്ലംസ് നമ്മളും പ്രോബ്ലംസ് ആയി മാറി. അയാളുടെ സങ്കടങ്ങൾ കേട്ട് നമ്മളും സങ്കടങ്ങൾ പറഞ്ഞു തുടങ്ങി. നമ്മൾ അതുവരെ പരാതി പറയാത്ത ഒരാളായിരിക്കും. നമ്മൾ എവിടെയാണോ, ഏത് സറൗണ്ടിങ്ങിലാണോ നിൽക്കുന്നത്, അവിടെ നിന്ന് നമ്മളിപ്പോ ഈ റൂമിലാണോ, ഈ റൂമിൽ നമ്മളെ എനർജി മാത്രമല്ല, ഈ വരുന്ന എല്ലാ ആളുകളുടെ എനർജി ഇതിനുള്ളിലുണ്ട്. ഈ എനർജി ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് രീതിയിൽ കൺസ്യൂം ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ എനിക്ക്, അല്ലാതെ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും മറ്റൊരാൾക്ക് എന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ റൈറ്റിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീറ്റ സിസ്റ്റത്തിലൊക്കെ വരുന്ന സമയമാണ് അത്. ആ സമയത്ത് വേറൊരാൾ നമ്മളെ പറ്റി പരദൂഷണം പറയുന്നതാണെങ്കിൽ പോലും നമുക്ക് നമ്മളെ നെഗറ്റീവ് ആക്കി എടുക്കാൻ അത് മതി എന്നുള്ളതാണ്. ഒരു ഒരു ഹോസ്റ്റൽ ലൈഫിലോ അല്ലെങ്കിൽ ഒരു നമ്മൾ പ്രവാസികളൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ, 5-6 പേര്, 8 പേര്, 10 പേരൊക്കെ ഒരുമിച്ച് ഉണ്ടാവുക. ഒരാൾ നേരത്തെ ഉറങ്ങിപ്പോയി എന്ന് വെച്ചോ, ഇയാൾ ഉറങ്ങാനുള്ള ഒരു ടൈം ഉറങ്ങിയിട്ടും ഈ ഉറക്കം കംപ്ലീറ്റ് ഡീപ് സ്ലീപ്പിലൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജിലാണ് ഇയാൾ ഉണ്ടെങ്കിൽ, ഈ കഥകൾ പറയുന്നിടത്ത് ഇയാളെ പറ്റി കുറ്റം പറയുന്നതാണെങ്കിൽ ആ കഥകൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ മൈൻഡ് ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആണെന്നുള്ളതാണ്. ആ സമയത്ത് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ഞാൻ അങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇത് ഉറങ്ങി എണീക്കുന്ന ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോ പിന്നെ ഞാൻ ഡെലിവർ ചെയ്യുന്നതെല്ലാം അതുമായി ബന്ധപ്പെട്ട വേറെ അങ്ങനെ പല എനർജീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇമോഷണലി വീക്ക് ആയിരിക്കാം. നമ്മൾ എവിടേക്കോ നമ്മൾ എനർജി ഓവറായിട്ട് കൺസ്യൂം ഓവറായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ പല ഏരിയകളും നമ്മൾ ബ്ലൈൻഡ് ആണ്. അപ്പൊ എവിടെ നിന്നൊക്കെ നമ്മോട്ട് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ ബോധേഡല്ല. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറയാം, നമ്മുടെ അടുത്തോട്ട് വരുന്നത് എന്റെ ലൈഫ് സ്റ്റക്കായ പോലെ നടക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ മുമ്പിൽ ഇനിയൊരു എന്റെ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയി, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ സൂയിസൈഡൽ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന എല്ലാതും നമ്മൾ സ്റ്റക്കായി കിടക്കുക. ലൈഫിൽ ഒരു പോയിന്റിൽ സ്റ്റക്കായി കിടക്കുക. കാരണം എനർജി എന്റെ കഴിഞ്ഞ് എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. കാരണം ഒരു പോയിന്റിലോട്ടായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. എപ്പോഴും നോക്കിയാൽ മതി, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ടായിരിക്കും ആളുകൾ മരിച്ചിട്ടുണ്ടാവുക. അയാൾക്ക് വേറെ വെർട്ടിക്കൽ ആലോചിക്കാൻ പറ്റുന്നില്ല. അയാൾ കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആയത് ആ ഫിനാൻഷ്യൽ ഇഷ്യൂസിലായിരിക്കും. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ഡ്രെയിൻ ആയപ്പോ ഇനി ഇങ്ങോട്ടേക്കും വരാനല്ല. കാരണം അത് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഒരു എനർജി സ്പേസ് അല്ല അത്. അയാളതും കഴിഞ്ഞിട്ട് നമ്മളതും കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു അവിടെ. ആ കഴിയുന്നോടെ പിന്നെ ലൈഫ് സ്റ്റക്കായി. പിന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനർജി ഇല്ല. മൈൻഡ് വർക്കാവാനുള്ള ഒരു എനർജി അവിടെ എനിക്ക് കിട്ടുന്നില്ല. സോ എന്റെ ലൈഫ് തീർന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് എത്തുന്നു. അല്ലെങ്കിൽ അഫെയറിലായിരിക്കും, ഒരു ലവ് അഫെയർ ആയിരിക്കും, അയാൾ മാത്രമായിരിക്കും ഇയാളുടെ ജീവിതം. അങ്ങനെ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് എനർജി ഞാൻ കൊടുത്തു, അയാളും തിന്നു. അങ്ങനെ തിന്ന് ഇത് രണ്ടും തീർന്നു. ഈ തീരുന്ന പോയിന്റിലേക്ക് പിന്നെ ലൈഫ് സ്റ്റക്കായി, പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് മേലോട്ടുള്ള എനർജി കൺസ്യൂം ചെയ്ത് നമുക്ക് ആലോചിക്കാൻ കഴിയണം. അത് പറ്റുന്നില്ലല്ലോ. വേറെ വെർട്ടിക്കലൊക്കെ ബ്ലൈൻഡാണ് നമുക്ക്. ഫാമിലി ഉണ്ട്, അത് ബ്ലൈൻഡായി. വേറെ ജോലി ഉണ്ട്, അത് ബ്ലൈൻഡായി. എല്ലാം ബ്ലൈൻഡാണ് നമുക്ക്. ഈ പറയുന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റും നമ്മൾ എവിടെ സ്റ്റക്ക് ആവുന്നു അത് എനർജി ബേസ്ഡ് ആണ്. എങ്ങനെയാണ് തിരിച്ചു വരണം? എനർജി കൺസ്യൂം ചെയ്താൽ മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. എനർജി കൊടുക്കാൻ പറ്റണം. എനർജി കൊടുക്കാനാണെങ്കിൽ എന്താണ്, അയാൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് എനർജി കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഓരോ പോയിന്റിലും നമുക്ക് വരുന്ന ഒരേ പാറ്റേണിലുള്ള പ്രോബ്ലംസ് ആണോ, ഒരേ പാറ്റേണിലുള്ള പ്രോബ്ലംസ് നമുക്കൊക്കെ വരിക. അപ്പൊ അത് എവിടുന്നാ വരുന്നത്? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഞാൻ എന്തുകൊണ്ടാണ് മണ്ടത്തരം ചെയ്തത്? അത് ആലോചിക്കണം. ചിലപ്പോൾ ഞാൻ ചെയ്ത മണ്ടത്തരം ഞാനായിട്ട് അറിഞ്ഞ് കോൺഷ്യസ് ആയിട്ട് ചെയ്തതായിരിക്കണം എന്നില്ല. ഈ പറയുന്ന ആരുടെയൊക്കെയോ വാക്കുകളും എൻവയോൺമെന്റൽ എനർജിയും ഒക്കെ എനിക്ക് കയറിയിട്ട് ഞാൻ എവിടുന്നൊക്കെ ചെയ്തു കൂട്ടിയതായിരിക്കും. നമ്മളെപ്പോഴും ചില കേസുകൾ നമ്മൾ പറയാറുണ്ട്, ആ മണ്ടത്തരം ചെയ്തത് ഞാനാണെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയും.
ചെയ്തത് ഞാൻ തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അത്. അറിയാണ്ട് എന്റെ അടുത്ത് പോയതാ. ഈ അറിയാതെ പോകുന്നതെല്ലാം നമ്മൾ പോലും കോൺഷ്യസ് ആയിട്ട് എടുക്കാത്ത എനർജികളായിരിക്കും അതൊക്കെ. വേറെ ആരോ പറഞ്ഞ എനർജി, നമ്മൾ ആരോടോ അറ്റാച്ച്ഡ് ആയ എനർജി, ഇതാണ് വർക്കൗട്ട് ആവുന്നത് അവിടെ. അങ്ങനെ വർക്കൗട്ട് ആവുന്ന ഓരോ എനർജി നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, ആ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വേറെ നെഗറ്റീവ്സ് എനർജി, നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ പുഷ് ചെയ്ത് തുടങ്ങും. മാറിക്കോ, ഇനി എന്റെ ജീവിതത്തിൽ നിന്ന് മാറിക്കോ മാറിക്കോ. നമ്മൾ പറയാറുണ്ട്, അത് നമ്മൾ പൊതുവേ നമ്മൾ മോട്ടിവേഷണൽ കേസുകളൊക്കെ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നെഗറ്റീവ് എനർജി ഉള്ള ആളുകളെ നമ്മൾ കൂടി ചേർക്കരുത്. പക്ഷെ ഈ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് തോന്നണ്ടേ. ഈ പറയുന്ന ആൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കും പോസിറ്റീവ് ആയിട്ടാ തോന്നുന്നത്. അതാണ് ഏറ്റവും നല്ല പ്രശ്നം. ഈ പറയുന്ന ആൾ അതെ, നെഗറ്റീവ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനെ ആദ്യം ഒബ്സർവ് ചെയ്ത് തുടങ്ങണം. കറക്റ്റ് കറക്റ്റ്. അത് അല്ലാതെ നമ്മളെ സാറ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതില് നമ്മളെ പറ്റി പറയുന്നത്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ പറ്റി പറയുന്നത് നല്ല തന്നെയാണ് നമുക്ക് എപ്പോഴും. നമ്മൾ അത് അതെ നെഗറ്റീവ് അതെ പറഞ്ഞാൽ നമുക്ക് നല്ല തന്നെ നമുക്ക് തോന്നുള്ളൂ. അവര് മോശം പറഞ്ഞാൽ, അവരൊരു പെൺകുട്ടിനെ ഒരു കുഴി ചാടിച്ചാലും അത് ചിരിച്ചു തള്ളാൻ മാത്രം കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒന്ന് വരുമ്പോൾ മാത്രമേ അതിന്റെ ഒരു എരിവും പുളിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ന് പറയുന്ന ഓരോ പോയിന്റിലും നമ്മൾ ചിലപ്പോൾ ചിരിച്ചു കളയുന്ന എല്ലാം നമ്മുടെ ലൈഫിൽ ഇത് റിഫ്ലക്ട് ആവുന്നുണ്ട്. ഞാൻ രാവിലെ കാണുന്നതും കേൾക്കുന്നതും, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കേൾക്കുന്നതും കാണുന്നതും എന്റെ ലൈഫിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നോ, ആ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നത് നമ്മൾ വിശ്വസിക്കുന്നുവോ, അതുപോലെ ലൈഫിൽ ഓരോ പോയിന്റിലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ ഒരുപാട് എനർജി, കോൺഷ്യസ് അല്ല അൺകോൺഷ്യസ് പീരിയഡിൽ വരെ നമ്മളിലേക്ക് ഒഴുകുന്ന എനർജിയെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഒബ്സർവേഷൻ, കുറച്ചും കൂടെ ഫീലിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ആ ചേഞ്ച് ആണ് ഈ പേഴ്സണൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പേഴ്സണലി ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നു. നാളത്തെ ലൈഫിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഇന്നലത്തെ ലൈഫും ഇന്നത്തെ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. ചെറിയ മാറ്റമുണ്ട്, ആ മാറ്റം നാളത്തേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നു, മറ്റന്നാളത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെ മാത്രം ഞാൻ അച്ചീവ്മെന്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഇങ്ങനെ മാത്രം ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക, ഇങ്ങനെ മാത്രം നമ്മൾ അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതില് ഈ പറയുന്ന വാക്കുകളിലൊക്കെ എനർജി എങ്ങനെ വരുന്നു എന്നുള്ള ഇനിയും പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പോ ഫസ്റ്റ് അപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയൊക്കെയാണ് എനർജി വരിക എന്നുള്ളതാണ് നമ്മളിപ്പോ ഉദ്ദേശിച്ചത് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് വേണമെങ്കിൽ വേറെ ഇനിയും പറയാം. ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടും. ഇത്രയുള്ള ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കിയവർ വരെ ഉണ്ട്. അപ്പൊ അവിടെ അതെ അതെ. അത് ഡീറ്റെയിൽ സാറന്ന് ചെയ്ത് മറ്റേ അത്രയും ഡീറ്റെയിൽ ചെയ്ത് ക്ലാസ്സില് പോകണമെന്ന്. അല്ല സാറന്ന് ക്ലാസ്സിൽ ഞാൻ സോറി ഇന്ററപ്റ്റ് ചെയ്യുന്നത്. സാറിന് സമയം കുറച്ച് കൂടുതലായും തോന്നുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. അല്ല, ഫൈസൽ ഒരു സാറിന് ഒറ്റ എന്തെങ്കിലും കാര്യം കുഴപ്പമില്ലെന്നേ കൂടി ഉള്ളൂ. സാർ പറഞ്ഞതില് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ തന്നെ ഒരു കാര്യം, വേറെ കുറെ കാര്യങ്ങളുണ്ട്, എന്നാലും ഇതിനകത്ത് നമ്മളെ ഇന്റൻഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടായിരിക്കുമല്ലോ അവർ ആഗ്രഹിക്കുന്നതും അതിന്റെ പിന്നെ അട്രാക്ട് ചെയ്യുന്നതും ഒക്കെ എനർജി ആയിട്ട് വരുന്നത്. അത് ഇമ്മെറ്റീരിയൽ ആവണം എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് പറയാം. അത് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി അത് ചെക്ക് ചെയ്യാന്നാണോ ഉദ്ദേശിച്ചത്? റീചെക്ക് ചെയ്യണം. അത് കുറച്ചുകൂടി പറയണമെങ്കിൽ ചെറിയൊരു കാര്യം മാത്രം പറയാം, അത് കഴിയുമെന്ന് മനസ്സിലാവും. നമ്മളിപ്പോ ഒരു സംഭവം നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ. അതിനൊരു ഇന്റൻഷൻ ബിഹൈൻഡ് ഇന്റൻഷൻ കൂടി വെക്കണമെന്നേ ഉള്ളൂ. അതായത് എന്തിനാണ് ഈ ശരിക്കും എനിക്കത് വേണം, എനിക്കൊരു കാറ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് വേണം, ഒരു ഫോൺ വേണം, ഡ്രസ്സ് മേടിക്കണം, ശരിക്കും ഞാനിപ്പോ അത് മേടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ബിരിയാണിയുടെ കഥ മേടിച്ചാൽ 200 രൂപ കയ്യിലുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന വേറെ കുറച്ച് ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിട്ട് ആ കഥ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് 200 രൂപ എന്റെ കയ്യിലുണ്ട്, എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാന് ഒരു സ്ഥലമുണ്ട്, അപ്പൊ അത് അവിടെ ഒരു ബസ് കയറി പോയി കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി കഴിക്കാം. അങ്ങനെ ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാണ്, നല്ല ചൂടല്ലേ, ബസ്സിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും, നല്ല AC ഉള്ള ഒരു കാറിൽ ഞാൻ അപ്പൊ തോന്നിയ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ ഞാൻ AC ഒരു കാർ ഞാൻ ബുക്ക് ചെയ്യുന്നു, യൂബർ കയറി പോകുന്നു. അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അയാളുടെ റെന്റ് എത്രയായിരിക്കും? 200. ആകെ 200 രൂപ എന്റെ കയ്യിലുള്ളൂ. ആ ഒരു നിമിഷത്തെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താ 200 രൂപ കൊടുത്തപ്പോ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ബിരിയാണി കഴിക്കാനായിരുന്നു. അത് നടന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ചിങ്ങോട്ടേക്ക് പോരാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ കൃത്യമായിട്ട് വാലിഡ് ആയിരിക്കണം, നമ്മൾ കൃത്യമായ ഇന്റൻഷനിലായിരിക്കണം. ആ ഇന്റൻഷന്റെ പിറകെ ഒരു ഇന്റൻഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ആ ബസ്സിൽ കയറുന്നതിന് പകരം AC കയറണം, ഒരു കാറിൽ കയറണം ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ശരിക്കും എനിക്ക് വേണോ, ഇങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടൂലേ എന്ന് പറയുന്ന ആ ഇന്റൻഷന്റെ പുറകിലൊരു ഇന്റൻഷൻ എന്താന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പല മണ്ടത്തരങ്ങളും നമ്മൾ ഒഴിവാക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് വരുന്നിട്ടുണ്ടാവും, നമ്മൾ പോലും അറിയാതെ നേരത്തെ പറഞ്ഞ പല എനർജീസിനായിരിക്കും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ പല സ്വഭാവങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. നമ്മളൊന്ന് റീതിങ്ക് ചെയ്യാന്നൊക്കെ നമ്മൾ ഒരു ഒറ്റ വാക്കിൽ പറയുമെങ്കിലും അതിന് ഇത്ര ഡീപ്പുള്ള ഒരു സംഭവം അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്.
അപ്പോ നമ്മള് ഒരു കാര്യത്തെ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതോ അഫേം ചെയ്യുക മെറ്റീരിയലിസ്റ്റിക് ആവാന്ന് ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു കാര്യം വേണമെന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് തന്നെ ആയിരിക്കും. കാരണം മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു കാര്യമായിരിക്കും നമുക്ക് വേണ്ടി വരിക. നമ്മൾ ഒരാളെ എന്നെ സ്നേഹിക്കണം, ഈവൻ അതും മെറ്റീരിയലിസ്റ്റിക് ആണ്. എന്നെ ട്രസ്റ്റ് ചെയ്യണം, മെറ്റീരിയലിസ്റ്റിക് ആണ്. എല്ലാം മെറ്റീരിയൽ, ഈവൻ നമുക്ക് കാണാത്തൊരു സാധനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. ഇമ്മെറ്റീരിയൽ ആവുക എന്ന് പറഞ്ഞത് നമുക്ക് ഇന്റൻഷൻ പക്കയാക്കുക. അതായത് നമ്മൾ ബിസിനസ്സിലൊക്കെ സാധാരണ ഒരു പർപ്പസ് ഉണ്ട്, ഒരു സംഭവത്തിന് നമുക്ക് പേർപ്പസ് ഉണ്ട്. പർപ്പസ് ക്ലാരിറ്റി വരുത്തണം. ആ പർപ്പസ് ക്ലാരിറ്റി വന്നാൽ മാത്രമാണ് മിഷൻ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പർപ്പസ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ മിഷൻ മര്യാദക്ക് കിട്ടൂല നമുക്ക്. അങ്ങനെ മിഷൻ കിട്ടിയാലേ വിഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പറയുന്ന മൂന്നും ക്ലിയർ ആയാൽ മാത്രമേ ഗോളും അച്ചീവ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് നമുക്ക്. ഇതായിരിക്കണം നമ്മുടെ അഫോർമേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ നമുക്ക് വേണ്ടത്. കാരണം മെറ്റീരിയലിസ്റ്റിക് ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ വഴി എപ്പോഴും ഒരു ഇമ്മെറ്റീരിയൽ, അതായത് നമ്മൾ കുറച്ചുകൂടി ഡീപ്പാണ്. ഇപ്പൊ അമീർ പറഞ്ഞ പോലെ തന്നെ നല്ല ഡീപ്പായിട്ട് ആ ഒരു സിസ്റ്റത്തെ ക്ലാരിറ്റി വരുത്തി നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്ന സമയത്താണ് അത് വാല്യൂ ചെയ്യുന്നത്. ഒറ്റ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതോടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഒരു ഇമോഷൻ ഡെലിവർ ചെയ്യുന്നത്, നമ്മൾ പല ഇമോഷൻസ് ഡെലിവർ ചെയ്യാനുണ്ടെങ്കിലും സങ്കടം എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ ഒരാൾക്ക് നമ്മൾ സങ്കടം പറയാം. ഇന്നിപ്പോ അമീറിന് രാവിലെ ഉണ്ടായ ഒരു ഇഷ്യൂ അതുപോലെ തന്നെ എടുക്കാം. നമുക്ക് ലൈഫിൽ പല ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് സങ്കടങ്ങൾ ബോധിപ്പിക്കാറുണ്ട്. ഈ സങ്കടം പറയുന്ന സമയത്ത് വേറൊരു ഇമോഷനും പറയാത്തൊരു സാധനം അവിടെ വരാറുണ്ട്. ഈ സങ്കടം പറയുന്ന ഒരാൾക്ക് ഭയങ്കര ഫീൽ ആയിരിക്കും. അയാൾ ഓൾറെഡി ചിലപ്പോൾ 10 വർഷം മുമ്പ് നടന്ന എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അത് അയാൾ പറയുന്നത് ഇപ്പൊ നടന്ന് കഴിഞ്ഞ പോലെ അയാൾക്ക് പറയാൻ കഴിയുന്നുള്ള, നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. കാരണം ആ സങ്കടം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തെ ഇമ്പാക്ട് ഉണ്ടാക്കിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു വിഷയത്തിൽ അഫോർമേഷൻ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഫീൽ ചെയ്തുകൊണ്ട്, അത്രയും ആഗ്രഹങ്ങൾ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഓസ്ട്രേറ്റ് നമ്മളൊരു VR കണ്ടുപിടിച്ചിട്ട് പറക്കുന്ന പോലെ ഒരു സംഭവം നമുക്ക് കൊടുത്തിരുന്നു. അത് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു VR കാണുന്ന പോലെ നമ്മുടെ ലൈഫ്, എന്റെ 5 വർഷം കഴിഞ്ഞ ലൈഫ് എനിക്കിങ്ങനെ ഒരു 5 മിനിറ്റ് ഷോർട്ട് ഫിലിം പോലെ എനിക്കിങ്ങനെ കാണാൻ കഴിയണം. കണ്ണ് തുറക്കണ്ട, കണ്ണടച്ചിട്ടെങ്കിലും എനിക്ക് എന്നെ കാണാൻ കഴിയണം. അങ്ങനെ ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടാകുമ്പോ നമ്മുടെ ലൈഫിൽ നമ്മുടെ രക്തത്തിന്റെ ഓരോ തുള്ളി അതായി മാറും എന്നുള്ളതാണ്. അങ്ങനെ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക്ഔട്ട് ആവുന്നത്. കാരണം അത്രയും എനർജി ഇതിന് കൺസ്യൂം ചെയ്യേണ്ട, അത്രയും എനർജി ഇതിന് ആവശ്യമുണ്ട്. കുറച്ച് എനർജി കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ലിമിറ്റ്ലെസ് ആണ്. ഇത് നമുക്ക് ട്രെയിനിങ് ആയിട്ട് 1 മാസം ചെയ്യേണ്ടി വരും. പിന്നെ ഒരു 3 മാസം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഈ 3 മാസം കഴിയുന്നതോടെ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമോഷൻസ് ആയിട്ട് എടുക്കുന്നതോടെ പിന്നെ നമ്മൾ ലൈഫിൽ ഒരു പോയിന്റ് ആയിട്ട് മാറുകയാണ്, സ്ഥിരമായിട്ട് മാറും. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ എപ്പോഴും അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലർജി ഉള്ള പേഷ്യൻസ് ഉണ്ടാവും, മുട്ടുവേദന ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. ഒരു മൂന്ന് മാസം കഴിഞ്ഞ്, അതായത് ഒരു 5 വർഷം കഴിഞ്ഞ ആളുകളുണ്ടാവും, 10 വർഷം കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ശരിക്കും ബയോളജിക്കലി ഇതിന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷമായ ക്രോണിക് ആയ ഒരു രോഗം ആ ശരീരത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. ഓക്കെ, ആ ശരീരത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. കാരണം അത്രയും വർഷമായല്ലോ. ഇതേപോലെയാണ് നമ്മുടെ ഇമോഷൻ ഒരുപാട് കാലം നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻ നമ്മുടെ ശരീരത്തിന് മനസ്സിന്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ്, മെമ്മറിയായി മാറി. ഇത് പിന്നെ നമ്മൾ ആലോചിച്ച് സങ്കടപ്പെടുന്നു വേണ്ട, സ്ട്രെസ് ഒന്നും വരണ്ട. ഇത് ഇങ്ങനെ പണിയെടുത്തോളും, നമ്മൾ ജോലി ചെയ്യും, അതിനിടക്ക് അതിന്റെ പണിയൊക്കെ അത് എടുക്കും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വർക്ക്ഔട്ട് ആവുന്നത്. നമ്മൾ ഏതെങ്കിലും ടൈം അത്യാവശ്യം പോയിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് പല ടോപ്പിക്കിൽ ഇതിൽ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കത് വേറെ ടോപ്പിക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ, നന്ദി പറയാൻ മറ്റുള്ളവർക്ക് ഞാൻ ഇതില് ഇടയ്ക്ക് വന്ന് കയറിയവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ കഴിയുമെങ്കിൽ റെക്കോർഡ് ഫസ്റ്റ് മുതൽ കേൾക്കുക. അപ്പോഴേ ശരിക്കും നമ്മൾ ഫസ്റ്റ് എടുത്ത ക്ലാസ് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. കാരണം ഡയറക്റ്റ് സെഷനിലൊക്കെ എടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് എനർജി എന്ന് പറയുന്നത്. കാരണം അത് ഫീൽ ചെയ്യിക്കണം. നിങ്ങൾക്കൊക്കെ ഓരോ ഫീൽ ചെയ്യണ്ട. എന്റെ എനർജി നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾക്ക് ഇങ്ങനെ അത് ഫീൽ ചെയ്യാൻ കഴിയും. അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. കാരണം ഫോണിലൂടെ ഇതൊക്കെ അവിടെ എത്തി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നിങ്ങളെ മനസ്സിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോ അത്രയും ടൈം നമുക്ക് കൺസ്യൂം ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറെ ലിമിറ്റേഷൻ ഉണ്ട് എനർജി പറയുമ്പോൾ പ്രത്യേകിച്ച്. അത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പൊ സാറിന്റെ ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ഇപ്പൊ ഇതും കൂടെ നമ്മളിപ്പോ ഒരു 1.5 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടാവുമല്ലോ. ഇതിലൂടെ കുറെ എനർജി ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി അത് കേൾക്കുന്നവർക്കും അത് കിട്ടും എന്നുള്ളത് ഇത് കുറെ വ്യക്തമായി.
അപ്പൊ ഒരു ഇൻട്രോ പോലെ തന്നെ എടുത്താൽ മതി ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് ഡീപ്പായിട്ട് സാറിന് ഡയറക്റ്റ് സെക്ഷനോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ അക്കാഡമിയുടെ ഇതിൽ തന്നെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സർ. ബാക്കിയുള്ള ആരെങ്കിലും പറയുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? റിയലി വണ്ടർഫുൾ സെഷൻ. ആ സർ, എന്റെ പേര് റമീസ് എന്നാണ്. ആ ഞാൻ സാറിന്റെ അടുത്ത് സംസാരിച്ച ഫൈസൽ സാറല്ലേ? ആ അതെ 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 അതെ. ഓക്കെ, ഓക്കെ. ഞാനിപ്പോ ജസ്റ്റ് കുറച്ചു നേരമായിട്ടുള്ള ക്ലാസ്സിൽ കയറിയിട്ട്. ആ പക്ഷെ ഇതുവരെ സാറ് സാർ ക്ലാസ് ശരിക്കും ഞാൻ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതില് ഇപ്പോ അതിലും പിന്നെ സാർ ഇപ്പൊ യൂനസ് സാർ പറഞ്ഞ ഒരുപാട് ആ ഒരു കുറെ കണ്ടന്റുകൾ ഉണ്ട്, നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് ഇപ്പൊ പറഞ്ഞു തന്നു. അപ്പം നല്ല ക്ലാസ്സുകള്, നല്ല ശരിക്കും എൻജോയ് ചെയ്തു ആ ക്ലാസ്. ഇത്ര നേരം ഇരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്ര സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയതും സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയതും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടിപൊളി ക്ലാസ് ആയിരുന്നു ഇതുവരെ ഞാൻ കേട്ടത്. ഇനിയിപ്പോ ഞാൻ റെക്കോർഡിങ്സ് കിട്ടുവാണെങ്കിൽ ഇൻഷാല്ലാ അത് കാണാം. താങ്ക് യു. റെക്കോർഡിങ്സ് നമ്മുടെ ഗ്രൂപ്പിൽ പഴയ റെക്കോർഡിങ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇതിന്റെ റെക്കോർഡിംഗ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വരും. അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ടൈം ആണ് സാറിന് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നല്ലേ. ആ ഗ്രൂപ്പില് ഓക്കെ, ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഓക്കെ. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഡിസ്കഷൻ കണ്ട് 2-3 പേര് കൂടി പറഞ്ഞു അവർക്കൊന്നും ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടുത്ത്. അവര് 3-4 പേര് അന്ന് കുറെ ഡൗട്ട് ഒക്കെ ചോദിച്ചിരുന്നു. ആ ഡൗട്ട് ചോദിച്ച ആളുകൾക്കും കയറാൻ പറ്റിയിട്ടില്ലെന്ന്. അതെ അതെ, ഒരു ഡോക്ടറൊക്കെ എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കുറെ ആൾക്കാർ, പക്ഷെ അവർക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. പറ്റിയില്ല. അതെ അതെ അതെ. അതാണ് രാവിലെ നമുക്ക് പറ്റിയത്. കുഴപ്പമില്ല, അത് റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നോളൂ. ക്ലാരിറ്റി ആവും. അതെ അതെ അതെ. അപ്പോ എന്തായാലും സന്തോഷം. തീർച്ചയായിട്ടും ഇതിലിപ്പോ യൂനുസ് സാർ തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് അതിലൊരു ഫർദർ ഡിസ്കഷൻ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോ അതിൽ നമ്മളൊരു ഡിസ്കഷൻ അങ്ങനെ വെച്ചു. അത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയി. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ അല്ലെ, ഒരു പക്ഷേ യൂനുസ് സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ അല്ലെ, ഒരു ചെറുത്ത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഒത്തിരി കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വേർഡ് വെച്ചിട്ടാണ് ഇത്രയും ഇങ്ങനെ കത്തിച്ചു കൊണ്ടുപോയത്. നമ്മളൊക്കെ വിചാരിച്ച് ഈ എനർജി എന്ന് പറയുമ്പോൾ എനർജി എന്താണ്, സാധാരണ നമ്മളെല്ലാവരും എടുക്കുന്നല്ലേ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിൽ ഇങ്ങനെ 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 കത്തിച്ച് ഇങ്ങനെ തിരി കത്തിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ഇനിയും നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും സാറുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഫർദർ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. ഇപ്പൊ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഫർദർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയാം. അപ്പൊ എന്തായാലും സാറിന് എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. ഞാൻ നേരത്തെ വിളിച്ച സമയത്ത് അവിടെ ക്ലിനിക്കിൽ പേഷ്യന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതെ, അപ്പൊ ഞാൻ നിംസിനെ വിളിച്ച് ഞാൻ ചോദിച്ചു സാറ് എന്താണ് ഫ്രീ ആയോ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ, നമ്മൾ കറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കുമല്ലേ, ആ ടൈം എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അതെ അതെ അതെ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ സാറിന് സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഡിസ്കഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ. നൈറ്റ്.